കുരുക്ഷേത്ര ഭൂമി അശ്വത്ഥാമാവിൻ്റെ പോരാട്ട വീര്യത്തിൽ വിറച്ചുകൊണ്ടിരിക്കുന്നു. ഇതേ സമയം തന്നെ സാത്വികി സോമദത്തനുമായി നേരിടാനായി പോകുന്നു. ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത്. ശേഷം കുരുക്ഷേത്ര ഭൂമിയിലെ രാത്രി യുദ്ധത്തിൽ എന്തെല്ലാം സംഭവിച്ചു നമുക്ക് നോക്കാം. കുരുക്ഷേത്രം എന്ന ഈ സീരീസിൻ്റെ 29ാമത്തെ എപ്പിസോഡിൽ. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലിസ്കോപ്പിലേക്ക് സ്വാഗതം. ആ ഏറ്റുമുട്ടൽ എന്ന് പറയുമ്പോൾ പരസ്പരം അവരുടെ അസ്ത്രങ്ങൾ തകർക്കാൻ വേണ്ടിയല്ല അവർ ഏറ്റുമുട്ടിയത്, പരസ്പരം ആക്രമിക്കുവാനായിട്ടായിരുന്നു. കാരണം സോമദത്തൻ അയക്കുന്ന അസ്ത്രങ്ങൾ വന്ന് സാത്വികയെ മുറിവേൽപ്പിക്കുന്നുണ്ട്, സാത്വിക അയക്കുന്ന അസ്ത്രങ്ങൾ പോയി സോമദത്തനെ മുറിവേൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ പരസ്പരം എന്തിനെന്നില്ലാത്ത രീതിക്ക് ഇതെന്തിനവസാനിക്കുമെന്നറിയാത്ത രീതിക്ക് ഇവർ രണ്ടുപേരും ശക്തമായി ഇങ്ങനെ പോരാടിക്കൊണ്ടിരുന്നു. സോമദത്തന് തൻ്റെ പുത്രനെ സാത്വികി വധിച്ചതിൻ്റെ ദേഷ്യം, ഭൂരിശ്രവസിൻ്റെ അച്ഛനാണല്ലോ സോമദത്തൻ. അതുപോലെ സാത്വികിക്ക് തൻ്റെ മുന്നിലേക്ക് സോമദത്തൻ വന്നതിൻ്റെ ദേഷ്യം. അങ്ങനെ ആ ആക്രമണം നടന്നുകൊണ്ടിരുന്ന സമയത്ത് സോമദത്തൻ ഒരസ്ത്രം വലിച്ചെയ്തു. ആ അസ്ത്രം നേരെ വന്ന് സാത്വികിയുടെ വില്ല് മുറിച്ചു. സാത്വികി ഒരു വില്ലെടുക്കാനായി പോയ സമയത്ത് സോമദത്തൻ 25 അസ്ത്രങ്ങൾ സാത്വികിയുടെ ദേഹത്തേക്ക് കയറ്റി. അതേ വേഗതയിൽ തിരിച്ചു ചാടി വന്ന് ആ രഥത്തിന് മുകളിൽ നിന്നുകൊണ്ട് സാത്വികിക്ക് നേരെ അസ്ത്രമേതു. ആ അസ്ത്രം സാത്വികിയുടെ അടുത്തെത്തുന്നതിന് മുൻപ് തന്നെ സാത്വികി ആ അസ്ത്രത്തെ മുറിച്ചിട്ടു. ഈ സമയത്ത് സാത്വികയെ സഹായിക്കുവാനായി ഭീമസേനൻ 10 അസ്ത്രങ്ങൾ സോമദത്തന് നേരെ അയച്ചു. ആ അസ്ത്രങ്ങൾ കൊണ്ടിട്ടും സോമദത്തൻ അവിടെ സാത്വികയുമായി പോരാടിക്കൊണ്ടിരുന്നു. എന്നിട്ട് ഒരു വലിയ ഗദയെടുത്തിട്ട് ഭീമസേനൻ സാത്വികയെ സഹായിക്കുവാനായി സോമദത്തിൻ്റെ ഹൃദയഭാഗം നെഞ്ച് ലക്ഷ്യമാക്കി വലിച്ചെറിഞ്ഞു. എന്നാൽ ചിരിച്ചുകൊണ്ട് സോമദത്തൻ 2-3 അസ്ത്രങ്ങൾ കൊണ്ട് ആ ഗദയെ 2 കഷ്ണമാക്കി മുറിച്ചങ്ങിട്ടു. ഇത് കണ്ടപ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു അത്ഭുതമായി. എന്നിട്ട് സാത്വികിയും സോമദത്തനും ഇങ്ങനെ പോരാടിക്കൊണ്ടിരുന്ന സമയത്ത് സാത്വികി സോമദത്തൻ്റെ കയ്യുറകൾ മുറിച്ചു കളഞ്ഞു. അതുപോലെ തന്നെ സോമദത്തൻ്റെ കുതിരകളെയും വധിച്ചു, വില്ലും മുറിച്ചു. സോമദത്തൻ പൊങ്ങി നോക്കിയപ്പോൾ സാത്വികിയുടെ വില്ലിൽ തൊടുത്തു വെച്ചേക്കുന്നത് അഗ്നി പോലെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരസ്ത്രമായിരുന്നു. ആ അസ്ത്രം നേരെ വന്ന് സോമദത്തൻ്റെ മർമ്മം പിളർന്ന് സോമദത്തൻ വധിക്കപ്പെട്ടു. ഈ സമയത്ത് യുധിഷ്ഠിരൻ കൗരവപ്പടയെ മുട്ടിച്ച് അവിടെ നിന്ന് ഓടിച്ചപ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് ദേശങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള യോദ്ധാക്കളെ യുധിഷ്ഠിരൻ വധിച്ച് വീഴ്ത്തുന്നത് കണ്ടപ്പോൾ ദ്രോണരുടെ കണ്ണ് ക്രോധം കൊണ്ട് ജ്വലിച്ചു. ദ്രോണർ തൻ്റെ മീശയിൽ ഇങ്ങനെ ഒന്ന് തടവിയിട്ട് ഉടനെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, യുധിഷ്ഠിരാ എന്ന് വിളിച്ചു. ക്രോധത്തോടു കൂടി നിൽക്കുന്ന യുധിഷ്ഠിരൻ ദ്രോണരെ കണ്ടപ്പോഴത്തേക്കും തെല്ലും ഭയന്നില്ല. അങ്ങനെ യുധിഷ്ഠിരനും ദ്രോണരും വീണ്ടും പരസ്പരം ഏറ്റുമുട്ടാനൊരുങ്ങി. ദ്രോണർ കൂടുതൽ സംസാരമൊന്നുമില്ല, നേരെ അസ്ത്രങ്ങൾ ചെയ്തു. ആ അസ്ത്രം പാഞ്ഞു വന്ന് യുധിഷ്ഠിരൻ്റെ കുതിരകളുടെ ദേഹത്ത് കൊണ്ടു. യുധിഷ്ഠിരൻ്റെ വില്ലു മുറിച്ചു, അതുപോലെ യുധിഷ്ഠിരൻ്റെ കൊടിയും മുറിച്ചിട്ടു. മറ്റുള്ള യോദ്ധാക്കൾ കൊടി മുറിച്ചിടുമ്പോൾ ദേഷ്യം കൂടും, എന്നാൽ യുദ്ധത്തിൽ സ്ഥിരത പാലിക്കുന്നവൻ എന്നർത്ഥമുള്ള യുധിഷ്ഠിരൻ ആ സമയത്തും സ്ഥിരത പാലിച്ചു. ആ സ്ഥിരത പാലിച്ചുകൊണ്ട് ഉടനെ തന്നെ മറ്റൊരു വില്ലെടുത്തിട്ട് 1000കണക്കിന് അസ്ത്രങ്ങൾ ദ്രോണർക്ക് നേരെ അയച്ചു. ആ അസ്ത്രങ്ങൾ ദ്രോണരുടെ കുതിരകളെയും കൊടിയെയും അതുപോലെ സാരഥിയെയും എല്ലാം മുറിവേൽപ്പിച്ചു, ദ്രോണരെയും മുറിവേൽപ്പിച്ചു. ആ ഒരു അസ്ത്രങ്ങളുടെ പ്രഹരത്തിൻ്റെ എഫക്റ്റ് താങ്ങാനാവാതെ ദ്രോണർ കുറച്ചു നേരത്തേക്ക് തല കറങ്ങി ആ ഒരു രഥത്തിൻ്റെ ഒരു ഭാഗത്തങ്ങിരുന്നു. എന്നാൽ സെൻസ് എല്ലാം തിരിച്ചു വന്നതിന് ശേഷം ദ്രോണർ എണീച്ചപ്പോഴത്തേക്കും അവിടെ ധർമ്മപുത്രർ നിൽക്കുന്നത് കണ്ടു. ക്രോധം കൂടിയ ദ്രോണർ ഇനി സംസാരമൊന്നുമില്ല. ദ്രോണരുടെ സ്ഥിരം പരിപാടി ഉടനെ ദിവ്യാസ്ത്രം പ്രയോഗിച്ച്. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ദിവ്യാസ്ത്രങ്ങൾ ദ്രോണർ പ്രയോഗിക്കുന്നുണ്ട്. അങ്ങനെ വായബിയം എന്ന ദിവ്യാസ്ത്രം ആവാഹിച്ചുകൊണ്ട് ദ്രോണർ ഉടനെ തന്നെ യുധിഷ്ഠിരന് നേരെ അയച്ചു. നേരത്തെ ഒരു സ്ഥലത്ത് പാണ്ഡവർ ഇങ്ങനെ പോരാടിക്കൊണ്ടിരുന്നപ്പോൾ ദേഷ്യം വന്ന ദ്രോണർ അവിടെയും വായബിയം പ്രയോഗിച്ച് പാണ്ഡവരുടെ സൈന്യത്തിനെ അവിടെ നിന്ന് പറപ്പിച്ച് കളഞ്ഞായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ യുധിഷ്ഠിരന് നേരെ ദ്രോണാചാര്യർ വായവ്യാസ്ത്രം വീണ്ടും പ്രയോഗിച്ചപ്പോഴത്തേക്കും ആ അസ്ത്രത്തെ ശമിപ്പിക്കാനായിട്ടുള്ള ദിവ്യാസ്ത്രം യുധിഷ്ഠിരൻ തിരിച്ചു പ്രയോഗിച്ചു. എന്നിട്ട് വീണ്ടും യുധിഷ്ഠിരൻ ഞാണ് വലിക്കാൻ ഒരുങ്ങിയ സമയത്ത് അതിമനോഹരവും മനസ്സിന് കുളിർമയുമേകുന്ന ശബ്ദത്തിൽ ജ്യേഷ്ഠ യുധിഷ്ഠിര എന്നൊരു വിളി കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ വാസുദേവൻ ശ്രീകൃഷ്ണനായിരുന്നു. അതിപ്രസന്നമായിട്ടുള്ള ആ ഒരു മുഖം, സൂര്യസ്പർദ്ധ കിരീടം ധരിച്ചിരിക്കുന്ന, പീതാംബര വസ്ത്രം ധരിച്ചിരിക്കുന്ന, പൊൻചട്ട അണിഞ്ഞിരിക്കുന്ന ദിവ്യപുരുഷൻ, ആ ദിവ്യരൂപം അവിടെ ഇരുന്നു കൊണ്ട് യുധിഷ്ഠിരനോട് പറഞ്ഞു, ജ്യേഷ്ഠ യുധിഷ്ഠിര, അങ്ങ് ദ്രോണാചാര്യരുമായി ഇപ്പോൾ പോരാടുന്നത് അത്ര നല്ലൊരു കാര്യമല്ല. കാരണം ഏതു വിധേനയും ദ്രോണാചാര്യർ അങ്ങേ പിടിച്ചു കെട്ടുക എന്നൊരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്ന് പോരാടുന്ന അത്ര പന്തിയല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഭീമസേനൻ ദുര്യോധനൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കൗരവരുമായി പോരാടുന്നുണ്ട്. അങ്ങ് അങ്ങോട്ടേക്ക് പോയാലും ദ്രോണരെ അങ്ങ് നേരിടേണ്ട കാര്യമില്ല. ഞാൻ പറയുന്നത് കേട്ടുകൊള്ളുക. നാളെ ദ്രോണർ വധിക്കപ്പെടും. 15ാം ദിവസം ദ്രോണർ വധിക്കപ്പെടുന്ന ദിവസമാണ്. ദൃഷ്ടദ്യുമ്നൻ എന്തിനു ജനിച്ചുവോ അത് നാളെ അവൻ ചെയ്തിരിക്കും. ദൃഷ്ടദ്യുമ്നൻ ദ്രോണരെ നാളെ വധിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു. ഇത് കേട്ടുടനെ തന്നെ യുധിഷ്ഠിരൻ കുറച്ചു നേരം ഒന്ന് ആലോചിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഭീമസേനൻ പോരാടുന്ന സ്ഥലത്തേക്ക് പോയി.
കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ലല്ലോ, അവിടെ നിന്നുകൊണ്ടിങ്ങനെ ഗർജനം കേട്ടോണ്ടിരിക്കുകയല്ലേ, ആ ഡയറക്ഷനിലോട്ട് വെച്ചു വിട്ടു യുധിഷ്ഠിരൻ. ഈ സമയത്തുണ്ടല്ലോ കർണൻ, കൃപര്, ശല്യര് ഇവർ 3 പേരും കൂടെ പാണ്ഡവ പടയെ അങ്ങോട്ട് ഉറപ്പിക്കുമായിട്ട്. അതുപോലെ സാത്യകി, ദൃഷ്ടദ്യുമ്നൻ, ഭീമസേനൻ ഇവർ കൗരവപ്പടയെ ഉറപ്പിക്കുന്നു. പരസ്പരം ഇവർ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ആക്രമിച്ച് പാണ്ഡവപ്പടയും കൗരവപ്പടയും നല്ലപോലെ ഭയന്നു. എന്നാൽ അതിക്രമിച്ചുള്ള ചില പോരാട്ടങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും ഇവർ പല ദിശകളിലേക്ക് ഓടാനൊരുങ്ങിയപ്പോൾ കൗരവപ്പടയെ ദുര്യോധനൻ പിടിച്ചു നിർത്തി. ഏതൊരു രാജാവും ചെയ്യുന്നത് പോലെ ദുര്യോധനൻ അവരുടെ മുന്നിൽ വന്നിട്ട് അവർക്ക് ശക്തി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ശക്തമായ നിങ്ങളുടെ ആയുധങ്ങൾ പരിത്യജിച്ചാലും, എന്നിട്ട് കയ്യിൽ തീപ്പന്തം കൊളുത്തി നിന്നാലും, രാത്രി സമയമല്ലേ തീപ്പന്തം കൊളുത്താൻ പറഞ്ഞു. അങ്ങനെ ആകാശത്തുനിന്ന് നോക്കുമ്പോൾ കൗരവപക്ഷത്ത് ഒരു ദിശയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്ക് യോദ്ധാക്കളുടെ കയ്യിൽ തീപ്പന്തം ഇങ്ങനെ വരുന്നത് കാണാൻ പറ്റി. രാത്രിയിൽ നക്ഷത്രങ്ങളായി ഇരുണ്ട ആകാശത്തിൽ തെളിയുന്നത് പോലെ കൗരവപ്പട നിറച്ച് ഇപ്പോൾ തീപ്പന്തമായി, പന്തം കൊളുത്തിപ്പട. ഇത് കണ്ടുടനെ തന്നെ പാണ്ഡവപക്ഷത്തിലും പാർത്ഥന്മാർ അതേ ആജ്ഞ കൊടുത്തു. പാർത്ഥന്മാരുടെ ആ ഒരു സൈന്യത്തിലും പാണ്ഡവരുടെ സൈന്യത്തിലും ഇതുപോലെ തീപ്പന്തങ്ങൾ ഇങ്ങനെ വന്നു തുടങ്ങി. അങ്ങനെ ഇവരുടെ പോരാട്ടം വീണ്ടും ആരംഭിക്കുകയാണ്. ആകാശത്തിലൂടെ നോക്കുമ്പോൾ തീപ്പന്തങ്ങൾ കൊളുത്തിയേക്കുന്ന സൈന്യം രാത്രി അലമുറയിട്ട് അലറി വിളിച്ചുകൊണ്ട് പരസ്പരം ആക്രമിക്കാൻ വരുന്നു. ദ്രോണരുടെ കടന്നു കയറിയുള്ള പ്രകടനത്തിൽ പാണ്ഡവപ്പട ഭയന്ന് പല ദിശകളിലേക്ക് ഓടാനൊരുങ്ങിയപ്പോൾ ഭീമനും അർജുനനും അവിടെ കയറി നിന്നു. ഭീമനും അർജുനനും വന്നപ്പോഴത്തേക്കും ചോർന്നുപോയ പാണ്ഡവപ്പടയുടെ ധൈര്യം വീണ്ടെടുത്ത് ഇവർ അർജുനൻ്റെയും ഭീമൻ്റെയും കൂടെ വന്നു. അർജുനനോട് ഭീമൻ പറഞ്ഞു, ഭീമ. അങ്ങനെ അർജുനൻ ദ്രോണരുടെ വലത്തേ ഭാഗത്തേക്ക് കയറി ആക്രമിച്ചു. ഭീമസേനൻ ദ്രോണരുടെ ഇടത്തേ ഭാഗത്തോട്ട് കയറി ആക്രമിച്ചു. ദ്രോണർ അവിടെ നിന്ന് പോരാടിയപ്പോൾ യുധിഷ്ഠിരൻ ഒരു സ്വരത്തിൽ തൻ്റെ കൂടെയുള്ള എല്ലാ യോദ്ധാക്കളോടും പറഞ്ഞു, നിങ്ങളെല്ലാവർക്കും ഇന്നൊരൊറ്റ ലക്ഷ്യം, ദ്രോണരെ ലക്ഷ്യമാക്കുക. അതുപോലെ തന്നെ ദ്രോണരെ ആക്രമിക്കുന്നതും ദ്രോണരെ വധിക്കാൻ വേണ്ടിയായിരിക്കണം. അങ്ങനെ ഇവരെല്ലാവരും കൂടെ വരുന്നത് കണ്ടുടനെ തന്നെ ദുര്യോധനൻ തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു, സഹോദരന്മാരെ, പെട്ടെന്ന് ചെന്ന് ദ്രോണരുടെ സൈന്യത്തിൻ്റെ പിൻഭാഗം നിങ്ങൾ സംരക്ഷിക്കുക. ഒന്നുകൊണ്ടും പേടിക്കേണ്ട. കൃതവർമാവ് വലത്തേ ഭാഗവും അതുപോലെ ശല്യര് ഇടത്തേ ഭാഗവും കാത്തോടുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ യുധിഷ്ഠിരൻ ദ്രോണാചാര്യരുടെ രഥത്തിന് നേരെ പാഞ്ഞു പൊക്കൊണ്ടിരുന്നപ്പോൾ യുധിഷ്ഠിരനെ തടഞ്ഞത് സാക്ഷാൽ കൃതവർമാവായിരുന്നു. കൃതവർമാവ് യുധിഷ്ഠിരൻ്റെ രഥത്തിനെ വട്ടം വെച്ച് കയറിയ ഉടനെ ദേഷ്യം വന്ന യുധിഷ്ഠിരൻ കൃതവർമാവിന് നേരെ 7ഉം 20ഉം അസ്ത്രങ്ങൾ അയച്ചു. ഇതിൽ ക്രോധം വന്ന കൃതവർമാവ് യുധിഷ്ഠിരന് നേരെ വിരിഞ്ഞ തലയുള്ള ഒരസ്ത്രം അയച്ചു. ആ അസ്ത്രം യുധിഷ്ഠിരൻ്റെ കയ്യിലിരിക്കുന്ന വില്ലിനെ മുറിച്ചു കളഞ്ഞു. തൻ്റെ കയ്യിലെ വില്ല് മുറിഞ്ഞു പോയത് കണ്ട യുധിഷ്ഠിരൻ ആ വില്ലിനെ വലിച്ചെറിഞ്ഞതിന് ശേഷം മറ്റൊരു വില്ലെടുത്തു. എന്നിട്ട് കൃതവർമാവിൻ്റെ നെഞ്ചുഭാഗം ലക്ഷ്യമാക്കി അസ്ത്രങ്ങൾ എയ്തു. ഇത് കൃതവർമാവിൽ ഒരുപാട് ക്രോധമുണ്ടാക്കി. എന്നാൽ കൃതവർമാവിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുൻപ് തന്നെ യുധിഷ്ഠിരൻ വീണ്ടും അസ്ത്രങ്ങൾ അയച്ചു. ആ അസ്ത്രങ്ങൾ കൃതവർമാവിൻ്റെ വില്ലും മുറിച്ചു കളഞ്ഞു, കയ്യുറകളെയും മുറിച്ചു കളഞ്ഞു. എന്നാൽ ഇവിടെ കൃതവർമാവ് ഒട്ടും പതറിയില്ല. വീണ്ടും യുധിഷ്ഠിരൻ കൃതവർമാവിന് നേരെ അസ്ത്രങ്ങൾ അയച്ചു. ഉടനെ കൃതവർമാവ് അതിവിദഗ്ധമായി മറ്റൊരു ശക്തമായ വില്ലെടുത്തതിന് ശേഷം യുധിഷ്ഠിരനെ ലക്ഷ്യമാക്കി അസ്ത്രങ്ങൾ എയ്തു. ഇപ്രാവശ്യം കൃതവർമാവ് അയച്ച അസ്ത്രങ്ങൾ അതിവിദഗ്ധമായി യുധിഷ്ഠിരൻ്റെ വില്ല് അങ്ങ് മുറിച്ചു കളഞ്ഞു. ഉടനെ തന്നെ യുധിഷ്ഠിരൻ വീണ്ടും തൻ്റെ ശക്തിയേറിയ വില്ല് കയ്യിലെടുത്തതിന് ശേഷം കൃതവർമാവിനെ അസ്ത്രങ്ങൾ കൊണ്ട് പൊതിയാനൊരുങ്ങി. അങ്ങനെ അസ്ത്രങ്ങൾ കൊണ്ട് മൂടിയ ഈ ഒരു സമയത്ത് കൃതവർമാവിൻ്റെ ദേഷ്യം അധികരിച്ചു വന്നു. അങ്ങനെ ക്രോധം ഒരു പരിധിക്കപ്പുറമായ കൃതവർമാവ് ക്ഷണനേരം കൊണ്ട് യുധിഷ്ഠിരൻ്റെ കുതിരകളെയും സാരഥിയെയും രഥത്തെയും തകർത്തു കളഞ്ഞു. അങ്ങനെ രഥവും കുതിരകളും സാരഥിയും ഇല്ലാത്തൊരവസ്ഥയായപ്പോഴത്തേക്കും യുധിഷ്ഠിരൻ ഉടനെ തന്നെ ഒരു വാളും പരിചയം കയ്യിലെടുത്തു. യുധിഷ്ഠിരൻ്റെ വാലും പരിചയം വെച്ച് യുധിഷ്ഠിരൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിന് മുൻപ് തന്നെ കൃതവർമാവ് അതിനെയും തകർത്ത് കളഞ്ഞു. ശേഷം യുധിഷ്ഠിരൻ വലിയൊരു കുന്തമെടുക്കുകയാണ് ചെയ്തത്. നേരത്തെ എറിഞ്ഞ വേലിനെ കാട്ടിയും സൈസ് വരുന്നുണ്ട് കേട്ടോ. ഈ കുന്തം യുധിഷ്ഠിരൻ വലിച്ച് കൃതവർമാവിന് നേരെ എറിഞ്ഞു. ഈ കുന്തം കൃതവർമാവിൻ്റെ അടുത്ത് എത്തുന്നതിന് മുൻപ് തന്നെ കൃതവർമാവ് അതിനെ 2-3 കഷ്ണങ്ങളാക്കി മുറിച്ചെന്നിട്ടു. എന്നിട്ട് യുധിഷ്ഠിരന് നേരെ വീണ്ടും അസ്ത്രങ്ങൾ അയച്ചിട്ട് യുധിഷ്ഠിരൻ്റെ ചട്ട അങ്ങ് തകർത്ത് കളഞ്ഞു. അങ്ങനെ ചട്ടയില്ലാതെ, കുതിരയില്ലാതെ, ആയുധമില്ലാതെ ആ യുദ്ധഭൂമിയിൽ നിന്ന് യുധിഷ്ഠിരന് ഉടനെ തന്നെ ചെയ്തെന്താണെന്ന് വെച്ചാൽ യുദ്ധഭൂമിയിലെ ആ ഒരു സ്ഥലത്ത് നിന്ന് യുധിഷ്ഠിരന് ഓടേണ്ടി വന്നു. എന്നാൽ അല്പനേരം പോലും വേസ്റ്റ് ചെയ്യാതെ കൃതവർമാവ് വീണ്ടും ദ്രോണാചാര്യരുടെ രഥചക്രം സംരക്ഷിക്കാൻ തുടങ്ങി. ഈ സമയത്ത് സാത്യകി ഭൂരിയുമായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സാത്യകിയുടെ മാർഗമധ്യേ ഭൂരി വന്നു. ഭൂരി എന്ന് പറയുമ്പോഴത്തേക്കും ഭൂരിശ്രവസൻ്റെ സഹോദരനും സോമദത്തൻ്റെ മകനുമൊക്കെയാണ്. അങ്ങനെ ഭൂരിയും സാത്യകിയും തമ്മിൽ പോരാടുന്നു.
ഈ ഒരു പോരാട്ടം ഭയങ്കരമായിട്ടുള്ളൊരു പോരാട്ടമായിരുന്നു. കാരണം ഒരു നിമിഷം വരെ രണ്ടുപേരും കട്ടയ്ക്ക് കട്ട പിടിച്ചു നിന്നു. അങ്ങനെ കട്ടയ്ക്ക് കട്ട ഇവർ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പോരാടിക്കൊണ്ടിരുന്നത് ചുറ്റിനുമുള്ളവർക്ക് അങ്കലാപ്പുണ്ടാക്കുന്ന രീതിക്കായിരുന്നു. കാരണം ഇവർ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഭയങ്കരമായി മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ സാത്വികിയുടെ ക്രോധം കൂടി അട്ടഹസിച്ചതിന് ശേഷം സാത്വികി ഒരു അസ്ത്രം അയച്ചു. ആ അസ്ത്രം ഭൂരിയുടെ വില്ല് മുറിച്ചു കളഞ്ഞു. എന്നിട്ട് വീണ്ടും അസ്ത്രങ്ങൾ കൊണ്ട് ഭൂരിയെ പ്രഹരിച്ചു. എന്നാൽ അവിടെ ഒന്നും ആ ഒരു ശ്രേഷ്ഠനായ യോദ്ധാവ് ഭയന്നില്ല. അദ്ദേഹം ഉടനെ തന്നെ മറ്റൊരു വില്ലെടുത്തതിന് ശേഷം സാത്വികിട്ട് അസ്ത്രം ചെയ്തിട്ട് സാത്വികിയുടെ വില്ലങ്ങ് മുറിച്ചു കളഞ്ഞു. ഇതിൽ ക്രോധം വന്നു. തൻ്റെ വില്ല് മുറിഞ്ഞു പോയത് കണ്ടതും സാത്വികിയുടെ ക്രോധവും ഇരട്ടിച്ചു. സാത്വികി ഉടനെ തന്നെ മറ്റൊരു വേല് കയ്യിലെടുത്തു. വേലല്ല, ഒരു കുന്തം കയ്യിലെടുത്തു. അങ്ങനെ ശക്തമായൊരു കുന്തം സാത്വികി ചാടി തൻ്റെ പ്രതിയോഗിയുടെ ഹൃദയം ലക്ഷ്യമാക്കി ചെയ്തു. ആ കുന്തം ലക്ഷ്യം ഭേദിക്കുകയും ചെയ്തു. അതായത് ഹൃദയത്തെ തന്നെ കൊണ്ടു. ആ ഒരു കുന്തം കൊണ്ട ആഘാതത്തിൽ ഭൂരിശ്രവസിൻ്റെ സഹോദരനായിട്ടുള്ള ഭൂരി കൈകാലുകൾ വിറച്ച് രഥത്തിൽ നിന്ന് നിലത്ത് വീണു. ചലനമറ്റ് കിടക്കുന്ന ഭൂരിയുടെ ശരീരം കണ്ടുടനെ കുരുവംശത്തിന് ഒരു ശ്രേഷ്ഠനായ യോദ്ധാവും കൂടെ പതിച്ചുവെന്ന് എല്ലാവർക്കും മനസ്സിലാക്കി. എന്നാൽ ഒരു അലർച്ചയോടുകൂടി സാത്വികിക്ക് നേരെ അസ്ത്രങ്ങൾ കൊണ്ടൊരു കൊടുങ്കാറ്റ് തീർത്തതുപോലെ അസ്ത്രങ്ങളിങ്ങനെ വരുന്നു. സാത്വികി അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ക്രോധത്തോടുകൂടി അലറി വിളിച്ചുകൊണ്ട് വരുന്ന അശ്വത്ഥാമാവിനെയാണ് കണ്ടത്. അങ്ങനെ അശ്വത്ഥാമാവ് ക്രോധത്തോടുകൂടി സാത്വികിയുടെ രഥത്തിൻ്റെ അടുത്തോട്ട് വന്നുകൊണ്ടിരുന്ന സമയത്ത് അശ്വത്ഥാമാവിന് നേരെ ഒരുപാട് അസ്ത്രങ്ങൾ വന്നു. അലറി വിളിച്ചുകൊണ്ട് കടോൽഗജനാണ് അശ്വത്ഥാമാവിനെ നേരിടുവാനായി വീണ്ടും വന്നത്. വീണ്ടും കടോൽഗജൻ കുറേ അസ്ത്രങ്ങൾ അശ്വത്ഥാമാവിന് നേരെ അയച്ചു. സാധാരണ അസ്ത്രങ്ങളെക്കാട്ടിയും ഒരുപാട് നീളമുള്ള അസ്ത്രങ്ങളായിരുന്നു. ഈ അസ്ത്രങ്ങൾ അശ്വത്ഥാമാവിന് നേരെ ഇങ്ങനെ വരുന്നത് കണ്ടിട്ടും ചെറുതായിട്ട് പോലും അശ്വത്ഥാമാവ് പതറിയില്ല. ആ അസ്ത്രങ്ങളെയെല്ലാം അതിവിദഗ്ധമായി അശ്വത്ഥാമാവ് മുറിച്ചിട്ടു. എന്നിട്ട് മർമ്മം പിളർക്കുന്ന അസ്ത്രങ്ങൾ കൊണ്ട് കടോൽഗജനെ പ്രഹരിച്ചു. അങ്ങനെ അശ്വത്ഥാമാവ് അയച്ച അസ്ത്രങ്ങൾ കടോൽഗജൻ്റെ ദേഹത്ത് ഇങ്ങനെ തറച്ചിരുന്ന സമയം ക്രോധത്തോടുകൂടി കടോൽഗജൻ കൈവിട്ടൊരു പരിപാടി അങ്ങ് കാണിച്ചു. പല രീതിയിൽ മൂർച്ചയുള്ള അസ്ത്രങ്ങൾ, ശുരപ്രം, അതുപോലെ തന്നെ ചന്ദ്രക്കല അർദ്ധചന്ദ്ര രൂപത്തിലുള്ള അസ്ത്രം, അതുപോലെ അരം പോലത്തെ മൂർച്ചയുള്ള ഭാഗമുള്ള അസ്ത്രം, അതുപോലെ വിരിഞ്ഞ തലയുള്ള അസ്ത്രം, ഇതെല്ലാം കൂടെ ഒരുമിച്ച് അശ്വത്ഥാമാവിന് നേരെ ശരവർഷം അയക്കുന്നത് പോലെ അയച്ചു. ഈ അസ്ത്രങ്ങൾ ആകാശമാർഗത്തിൽ പാഞ്ഞു വന്ന ആ ഒരു ശബ്ദം തന്നെ ആളുകളെ ഭയപ്പെടുത്തുന്നത് പോലെയായിരുന്നു. ഈ അസ്ത്രങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടി വല്ലാത്തൊരു ശബ്ദമൊക്കെ ഉണ്ടായിക്കൊണ്ടാണ് അശ്വത്ഥാമാവിന് നേരെ വന്നത്. അശ്വത്ഥാമാവ് ഉടനെ തന്നെ തൻ്റെ വില്ലിലേക്ക് ഒരു അസ്ത്രം എടുത്തു വെച്ച് മന്ത്രജപങ്ങൾ നടത്തി ഒരു ദിവ്യാസ്ത്രത്തെ ആവാഹിച്ചിട്ട് ഈ അസ്ത്രങ്ങൾക്ക് നേരെ അയച്ചു. കാറ്റ് മേഘത്തെ അടിച്ചു തെറിപ്പിക്കുന്നത് പോലെ ഈ ദിവ്യാസ്ത്രം വന്ന അത്ര അസ്ത്രങ്ങളെയും നാനാ ദിശയിലേക്ക് അടിച്ചങ്ങ് തെറിപ്പിച്ചു. കടോൽഗജനെ അസ്ത്രങ്ങൾ കൊണ്ട് പ്രഹരിച്ചു. എന്നിട്ട് ആകാശത്തിൽ 10 ദിക്കുകളിലോട്ടും അശ്വത്ഥാമാവ് ചുറ്റി ചുറ്റി അസ്ത്രങ്ങൾ എഴുതുമെന്നാണ് പറഞ്ഞത്. ഇത് കൗരവരെ സംരക്ഷിക്കുക എന്നൊരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് അശ്വത്ഥാമാവ് ഈ കടന്ന കൈകൾ അത്രയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അശ്വത്ഥാമാവിൻ്റെ നെഞ്ച് ഭാഗത്തിലേക്ക് കടോൽഗജൻ 10 അസ്ത്രങ്ങൾ അയച്ചു. ആ അസ്ത്രങ്ങൾ ഒരുമിച്ച് വന്ന് അശ്വത്ഥാമാവിൻ്റെ നെഞ്ചിലേക്ക് തറച്ചപ്പോൾ അശ്വത്ഥാമാവ് മരം നിന്ന് ആടുന്നത് പോലെ ഇങ്ങനെ തളർന്നു പോയെന്നാണ് പറഞ്ഞത്. അങ്ങനെ തൻ്റെ കയ്യിൽ നിന്ന് വില്ല് വഴുതി വീണ് അശ്വത്ഥാമാവ് തളർന്ന് തൻ്റെ കൊടിയുടെ ദണ്ഡത്തിൽ പിടിച്ച് ഇങ്ങനെ നിന്നു. അശ്വത്ഥാമാവ് ഇങ്ങനെ ബോധം പോയി നിൽക്കുന്ന നിപ്പ് കണ്ടപ്പോഴത്തേക്കും കൗരവപ്പട ശരിക്കും ഭയന്നു. കാരണം ഇത്രയും നേരവും അവരെ ഏറ്റവും നല്ല രീതിക്ക് പോരാടി സംരക്ഷിച്ചുകൊണ്ടിരുന്ന ഒരാളാണേ, യുദ്ധഭൂമിയെ ഉറപ്പിച്ച ആളാണ്. പുള്ളിക്കാരെങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോൾ എല്ലാവരും പേടിച്ചു. പാണ്ഡവരുടെ ഭാഗത്തുള്ള പാഞ്ചാലരും ശ്രീഞ്ജയരും കൂടെ അങ്ങ് സന്തോഷിച്ചു. കാരണം ഇത്രയും നേരം അവരെ പണ്ടാരടയും കൊണ്ടിരുന്നത് അശ്വത്ഥാമാവ് തന്നെയാണ്. അപ്പോൾ അവരങ്ങ് അട്ടഹസിച്ച് അശ്വത്ഥാമാവിൻ്റെ സാരഥി തിരിഞ്ഞ് അശ്വത്ഥാമാവിനെ നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച അശ്വത്ഥാമാവ് എണീച്ചിട്ട് വീണ്ടും വില്ല് കയ്യിലെടുക്കുന്നതാണ്. എന്നിട്ട് ക്രോധത്തോടുകൂടി ചെവിയോളം ഞാണു വലിച്ചു പിടിച്ച ഒരു അസ്ത്രം അശ്വത്ഥാമാവ് അങ്ങോട്ട് അയച്ച ഓർമ്മയേ ഉള്ളൂ. ആ അസ്ത്രം കടോൽഗജൻ്റെ ദേഹത്തൂടെ കയറി ഇറങ്ങി ബോധം പോയി വീണ്ടും കടോൽഗജൻ രഥത്തിലേക്ക് വീണു. ആ രഥത്തിൽ കടോൽഗജൻ വീണത് കണ്ടുടനെ തന്നെ കടോൽഗജൻ്റെ സാരഥി ആ രഥവും കൊണ്ടങ്ങ് പോയി. ഇതിൽ അങ്ങോട്ട് പോർവീതിയും കൂടിയിട്ട് അവിടെ നിന്നുകൊണ്ട് അശ്വത്ഥാമാവ് ആകാശം മുഴക്കുന്നത് പോലെ നിന്നങ്ങ് അലറുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഈ സമയത്ത് ദ്രോണർ പോരാടുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് ഭീമസേനൻ പോരാടിക്കൊണ്ടിരിക്കുകയും. അപ്പോൾ ഭീമസേനൻ പോരാടിക്കൊണ്ടിരുന്ന സമയത്ത് ഭീമൻ്റെ മുതുകത്തേക്ക് കുറേ അസ്ത്രങ്ങൾ വന്ന് കയറി. ഭീമൻ്റെ മുതുകത്തേക്ക് 2-3 അസ്ത്രങ്ങൾ വന്ന് കയറിയപ്പോൾ ഭീമൻ ക്രോധത്തോടെ തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് സാക്ഷാൽ ദുര്യോധനനാണ്. അങ്ങനെ ദുര്യോധനനും ഭീമസേനനും പരസ്പരം ഏറ്റുമുട്ടാനിരിക്കുന്നു. ഭീമസേനൻ തിരിഞ്ഞ് ദുര്യോധനന് നേരെ അസ്ത്രങ്ങൾ കൊണ്ട് പ്രഹരിക്കുകയാണ്. എന്നിട്ട് ഇരുവരും പരസ്പരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും അസ്ത്രങ്ങൾ കൊണ്ട് ആക്രമിച്ചുകൊണ്ടേയിരുന്നു. രണ്ടുപേരും നല്ലതുപോലെ അസ്ത്രങ്ങൾ കൊണ്ട് ആക്രമിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഭീമസേനൻ ദുര്യോധനൻ്റെ വില്ലും മുറിച്ചു കളഞ്ഞു, കൊടിയും മുറിച്ചു കളഞ്ഞു.
തൻ്റെ കൊടി മുറിഞ്ഞിങ്ങനെ നിലത്തേക്ക് വീഴുന്നു. അതായത് കുരുവംശത്തിലെ രാജാവിൻ്റെ കൊടിയാണ് ഈ പറന്നു നിലത്തേക്ക് വീണത്. ഇത് കണ്ടപ്പോൾ എല്ലാവരും ഭയന്നു. ദുര്യോധനന് ദേഷ്യവും വന്നു. എന്നാൽ ഭീമസേനൻ ഗ്യാപ്പൊന്നും കൊടുത്തില്ല. ദുര്യോധനന് നേരെ അസ്ത്രങ്ങൾ എയ്തങ്ങ് കയറ്റി. ഉടനെ തന്നെ ദുര്യോധനൻ അലറി വിളിച്ചുകൊണ്ട് തൻ്റെ കയ്യിലെ വില്ല് ഒടിച്ച് ദൂരെ കളഞ്ഞു. അതായത് ഒടിഞ്ഞ വില്ലിൻ്റെ ബാക്കി കൂടെ ഒടിച്ച് ദൂരെ കളഞ്ഞിട്ട് മറ്റൊരു വില്ല് കയ്യിലെടുത്തിട്ട് അലറിക്കൊണ്ട് ദുര്യോധനൻ ഭീമസേനന് നേരെ ഒരുപാട് അസ്ത്രങ്ങൾ എയ്തു. എന്നാൽ 25 അസ്ത്രങ്ങൾ കൊണ്ട് ഭീമസേനൻ ആ വന്ന അസ്ത്രങ്ങളെ എല്ലാം തടഞ്ഞു. അങ്ങനെ ദുര്യോധനന് ദേഷ്യം കൂടി വന്നിട്ട് ഭീമസേനന് നേരെ നല്ല മൂർച്ചയുള്ള അസ്ത്രമായ ക്ഷുരപ്രം അയച്ചു. ആ ക്ഷുരപ്രം ഭീമൻ്റെ കയ്യിലുള്ള വില്ലിലേക്ക് കയറി ഇറങ്ങിയങ്ങ് പോയി. ആ വില്ല് മുറിഞ്ഞു വീണു. ഉടനെ തന്നെ ഭീമസേനൻ മറ്റൊരു വില്ലെടുത്തതിന് ശേഷം ദുര്യോധനനെ വീണ്ടും അസ്ത്രങ്ങൾ കൊണ്ട് പ്രഹരിക്കാനൊരുങ്ങി. എന്നാൽ അതിവിദഗ്ധമായി ദുര്യോധനൻ വീണ്ടും ഭീമസേനൻ്റെ വില്ല് മുറിച്ചിട്ടു. അങ്ങനെ ഭീമൻ 2ാമത് വില്ലെടുത്തു, അത് മുറിച്ചിട്ടു. 3ാമത് വില്ലെടുത്തു, അതും മുറിച്ചിട്ടു. 4ാമത് വില്ലെടുത്തു, അതും മുറിച്ചിട്ടു. അങ്ങനെ പലതവണ 5ാമത് വില്ലെടുത്തു, അതും ദുര്യോധനൻ മുറിച്ചിട്ടു. അങ്ങനെ പലതവണ ദുര്യോധനൻ ഭീമസേനൻ്റെ വില്ലുകൾ ഇങ്ങനെ മുറിച്ചിട്ടപ്പോൾ ഭീമൻ ഉടനെ തന്നെ വില്ലെടുക്കുന്ന പരിപാടി നിർത്തിയിട്ട് ഒരു വേല് കയ്യിലെടുത്തു. പൂർണ്ണമായും ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ആ വേല് ഭീമൻ വലിച്ചെറിഞ്ഞു. ആ വേല് ദുര്യോധനൻ്റെ അടുത്തെത്തുന്നതിന് മുൻപ് തന്നെ ദുര്യോധനൻ 3 കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടു. ഉടനെ തന്നെ ദുര്യോധനൻ ഭീമനെ വീണ്ടും പ്രഹരിക്കാൻ ഒരുങ്ങിയപ്പോൾ ഭീമൻ്റെ സ്ഥിരം പരിപാടി അങ്ങ് ചെയ്തു. എന്താണ്? ഷോട്ട് പുട്ട് ഏറ്. ഒരു വലിയ ഗദ കയ്യിലെടുത്തു. എന്നിട്ട് കറക്കി ചുഴറ്റി ഒരൊറ്റ ഏറ്. ആ ഗദ പാഞ്ഞ് വന്ന് ദുര്യോധനൻ്റെ രഥം അങ്ങ് തകർത്ത് കളഞ്ഞു. കുതിരകളെയും വധിച്ചു, സാരഥിയെയും വധിച്ചു. അങ്ങനെ ഈയൊരു രഥം തകർന്ന ദുര്യോധനൻ ഉടനെ തന്നെ ആ രഥത്തിൽ നിന്ന് ചാടി ഇറങ്ങി നന്ദകൻ എന്ന് പറയുന്ന കൗരവ രാജകുമാരൻ്റെ രഥത്തിൽ കയറി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. എനിക്ക് തോന്നുന്നു ഈയൊരു രഥം തകർന്ന സമയത്ത് അവിടെ പൊടിപടലങ്ങൾ ഉണ്ടായല്ലോ, അതിൻ്റെ ഗ്യാപ്പിലായിരിക്കണം ദുര്യോധനൻ കയറി രക്ഷപ്പെട്ടു പോയത്. കാരണം ഈ ഏറിൽ ദുര്യോധനൻ പടമായെന്ന് വിചാരിച്ചിട്ട് ഭീമൻ അവിടെ നിന്നുകൊണ്ടങ്ങ് അലറി. ഭീമൻ്റെ ഈ ഒരു ഗർജനം കേട്ടപ്പോൾ ദുര്യോധനൻ വധിക്കപ്പെട്ടു എന്നെല്ലാവരും വിശ്വസിച്ചു. അങ്ങനെ കൗരവപ്പടയിലൊരു ദുഃഖമുണ്ടായി, പാണ്ഡവപ്പടയിലൊരു ജൈവിളിയുണ്ടായി. ഇത് കേട്ട യുധിഷ്ഠിരനും വിചാരിച്ചു ദുര്യോധനൻ്റെ കാര്യത്തിൽ തീരുമാനമായെന്ന്. അങ്ങനെ യുധിഷ്ഠിരൻ പാഞ്ഞ് ഭീമൻ്റെ അടുത്തേക്ക് വന്നു. പിന്നെ അവിടെ ആ പോരാട്ടം ഇങ്ങനെ മുറുകിക്കൊണ്ടിരുന്ന ഈ ഒരു സമയത്ത് ദ്രോണരുടെ അടുത്തേക്ക് സഹദേവൻ പാഞ്ഞു ചെന്നു. സഹദേവൻ പാഞ്ഞു പോയ സമയത്ത് സ്വർണ്ണ ആനച്ചങ്ങളെ അടയാളമായിട്ടുള്ള ആ രഥം, കർണൻ്റെ രഥം, ആ രഥം പാഞ്ഞു വന്ന് സഹദേവൻ്റെ രഥത്തിനെ കുറുക്ക് വെച്ച് കയറി നിന്നു. എന്നിട്ട് ഇവർക്കിടയിൽ അസ്ത്രങ്ങൾ കൊണ്ട് പരസ്പരം ഒരു പെരുമാറ്റവും തുടങ്ങി. ഈ സഹദേവൻ കർണന് നേരെ അസ്ത്രങ്ങൾ അയക്കുന്നു, കർണൻ സഹദേവന് നേരെ അസ്ത്രങ്ങൾ അയക്കുന്നു. സഹദേവൻ അയക്കുന്ന അസ്ത്രങ്ങളെല്ലാം കർണൻ മുറിച്ചിടുന്നു. അങ്ങനെ ഈ ഒരു പോരാട്ടം മുറുകിക്കൊണ്ടിരുന്ന സമയം പെട്ടെന്ന് തന്നെ കർണൻ അസ്ത്രം ചെയ്തുകൊണ്ട് സഹദേവൻ്റെ വില്ല് മുറിച്ചിട്ടു. സഹദേവൻ ഉടനെ തന്നെ മറ്റൊരു വില്ലെടുത്ത് കർണന് നേരെ ഓങ്ങിയ സമയം കർണൻ അസ്ത്രങ്ങൾ അയച്ച് സഹദേവൻ്റെ കുതിരകളെ വധിച്ചു. കുതിരകളെ വധിച്ചതിന് ശേഷം സഹദേവൻ വീണ്ടും കർണന് നേരെ അസ്ത്രങ്ങൾ ചെയ്യാനൊരുങ്ങിയ സമയത്ത് കർണൻ സഹദേവൻ്റെ സാരഥിയെയും വധിച്ചു. അങ്ങനെ സാരഥിയും കുതിരകളും നഷ്ടപ്പെട്ട സമയത്ത് സഹദേവൻ ഉടനെ തന്നെ ആ വില്ല് രഥത്തിലേക്ക് വെച്ചതിന് ശേഷം ഒരു വാളും പരിചയം കയ്യിലെടുത്തു. ആ വാളും പരിചയം വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ കർണൻ വാളും പരിചയം മുറിച്ച് നിലത്തിട്ടു. അപ്പോൾ ഇത് കണ്ടുടനെ ദേഷ്യം വന്ന സഹദേവൻ അടുത്തത് ചെയ്തതെന്ന് പറയുമ്പോൾ തൻ്റെ ചേട്ടനായ ഭീമൻ്റെ പരിപാടി ചെയ്യാനൊരുങ്ങി ഒരു ഗദ കയ്യിലെടുത്തിട്ട് സഹദേവൻ ഇങ്ങനെ കറക്കി കർണന് നേരെ എറിഞ്ഞു. കർണൻ അസ്ത്രങ്ങൾ ചെയ്തുകൊണ്ട് ആ ഗദയെ തകർത്ത് നിലത്തിട്ടു. പിന്നെ സഹദേവൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കർണൻ മുന്നിൽ നിൽക്കുന്നത് കണ്ടിട്ട് ദേഷ്യം വന്നിട്ട് സഹദേവൻ ഉടനെ തന്നെ മറ്റൊരു ഒരു വേല് കയ്യിലെടുത്തു. അങ്ങനെ ഈ ഒരു വേല് സഹദേവൻ തൻ്റെ ശക്തമായ ഭുജങ്ങളിൽ നിന്ന് കർണനെ ലക്ഷ്യമാക്കി ഇങ്ങനെ എറിഞ്ഞുവിട്ട സമയം കർണൻ ആ വേലിനെയും പല കഷ്ണങ്ങളായി മുറിച്ച് നിലത്തിട്ടു. അപ്പോഴും സഹദേവൻ്റെ ദേഷ്യമടങ്ങുന്നില്ല. അത്രത്തോളം വൈരാഗ്യവും ക്രോധവും കർണനോട്. അതുകൊണ്ട് തന്നെ സഹദേവൻ ചാടി ഇറങ്ങിയിട്ട് തൻ്റെ രഥത്തിൻ്റെ ചക്രം വലിച്ചൂരി എടുത്തിട്ട് കർണന് നേരെ വലിച്ചെന്നിറഞ്ഞു. ആയിരക്കണക്കിന് അസ്ത്രങ്ങൾ ചെയ്തുകൊണ്ട് കർണൻ ആ രഥചക്രത്തിനെ പല കഷ്ണങ്ങളായി തവിട് പൊടിയാക്കി അങ്ങ് നിലത്തിട്ടു. അപ്പോൾ ഇനി രഥം പോയി, ആയുധങ്ങളില്ലാത്ത സമയം അവിടെ നിന്നിട്ട് കാര്യമില്ല. അങ്ങനെ രഥവും പോയി, ആയുധങ്ങളും അവിടെ ഇല്ലാതെ നിന്ന സഹദേവൻ ആ ഒരു പോരാട്ടം മതിയാക്കി അവിടെ നിന്ന് പലായനം ചെയ്യാൻ ഒരുങ്ങിയ സമയം സഹദേവൻ്റെ പിന്നാലെ കർണൻ കുറച്ചു ദൂരം സഞ്ചരിച്ചു. എന്നിട്ട് കർണൻ ഉറക്കെ വിളിച്ച് പറഞ്ഞു, സഹദേവ, തരത്തിപ്പോയി കളിക്കരുത്. നിന്നെക്കാട്ടിയും മുന്തിയ ഇനം യോദ്ധാക്കളുമായിട്ട് പോരാടരുത്. നിനക്ക് മുകളിൽ നിൽക്കുന്ന രഥികളുമായി പോരാടാൻ നിൽക്കരുത്. അത് നിനക്ക് നല്ലൊരു അത് നല്ലൊരു ഐഡിയ അല്ല. അതുകൊണ്ട് നിൻ്റെ തരത്തിൽ പോയി കളി. ഞാനീ പറയുന്ന ആ ഒരു ഉപദേശം അത് നല്ലതുപോലെ എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് വീണ്ടും കർണൻ സഹദേവൻ്റെ പിന്നാലെ പോയിട്ട് വില്ലുകൊണ്ട് സഹദേവൻ്റെ ദേഹത്തിങ്ങനെ തൊട്ടിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം മനസ്സിലാക്കണം, അവിടെ അർജുനൻ കുരുക്കളെ മുടിക്കുവാനായി നിന്ന് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് ചെന്നോ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, യുദ്ധം മതിയാക്കി വീട്ടിലേക്ക് പൊക്കോ, അതായിരിക്കും നിനക്ക് നല്ലത് എന്ന് കർണൻ പറഞ്ഞു.
കർണൻ ഈ പറഞ്ഞ വാക്കുകൾ സഹദേവൻ്റെ ദേഹത്തേക്ക് അസ്ത്രങ്ങൾ കയറിപ്പോകുന്നതിനെക്കാട്ടിയും വേദനയാണ് ഉണ്ടാക്കിയത്. സഹദേവന് പിന്നെ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് വരെ സഹദേവന് തോന്നിപ്പോയി. അങ്ങനെ ഉടനെ തന്നെ സഹദേവൻ പാഞ്ചാലത്തിൽ നിന്ന് വന്നിട്ടുള്ള ജനമേജയൻ എന്ന യോദ്ധാവിൻ്റെ രഥത്തിൽ കയറി അവിടെ നിന്ന് പോയി. എന്നാൽ കർണൻ അപ്പോഴും തൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കാലോചിച്ചിട്ട് സഹദേവനെ വധിക്കാതെ വെറുതെ വിട്ടു. ഈ സമയം ദൃഷ്ടദ്യുമ്നൻ ജ്ഞാനലി കേൾപ്പിച്ചുകൊണ്ട് ദ്രോണരുടെ അടുത്തേക്ക് പാഞ്ഞു വന്നു. ദ്രോണർക്ക് നേരെ ദൃഷ്ടദ്യുമ്നൻ അസ്ത്രങ്ങൾ എയ്തു. എന്നാൽ ദ്രോണൻ മറ്റുള്ളവരെ പോലെ എന്താ പറയുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോരാടുന്ന ആളല്ലല്ലോ. ആദ്യമേ തന്നെ കടന്നു കയറി കുറേ അസ്ത്രങ്ങൾ ദൃഷ്ടദ്യുമ്നന് നേരെ അയച്ചിട്ട് ദൃഷ്ടദ്യുമ്നൻ്റെ വില്ലങ്ങ് മുറിച്ചു കളഞ്ഞു. ക്രോധം വന്ന ദൃഷ്ടദ്യുമ്നൻ ബഹുവർണ്ണത്തിലുള്ള ഭീമാകാരമായിട്ടുള്ള ശക്തമായിട്ടുള്ള മറ്റൊരു വില്ല് കയ്യിലെടുത്തിട്ട് ഒരസ്ത്രമെടുത്ത് അതിലേക്ക് വെച്ച് തൊടുത്ത് ചെവിയോളം ഞാണു വലിച്ച് ആ അസ്ത്രം അങ്ങ് വിട്ടു. അതൊരു സാധാരണ അസ്ത്രമല്ലായിരുന്നു, ശക്തമായിട്ടുള്ള ഒരു അസ്ത്രമായിരുന്നു. എന്തെന്നാൽ ആ അസ്ത്രം ദൃഷ്ടദ്യുമ്നൻ ചെവിയോളം വലിച്ച് വിട്ടപ്പോഴത്തേക്കും ആ അസ്ത്രം പോകുന്ന പോക്ക് കണ്ടപ്പോഴത്തേക്കും കുരുക്ഷേത്ര ഭൂമിയിലുള്ള എല്ലാവരും ഒരുപോലെ തന്നെ പ്രാർത്ഥിച്ചു, ദ്രോണർ സുരക്ഷിതമായി ഇരിക്കണേന്ന്. കാരണം ദ്രോണരുടെ ജീവനെടുക്കാൻ ശക്തിയുള്ള ആ അസ്ത്രമായിരുന്നു ദൃഷ്ടദ്യുമ്നൻ അയച്ചത്. ആ അസ്ത്രം ദ്രോണരുടെ അടുത്തേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ എവിടെ നിന്നോ കുറേ അസ്ത്രങ്ങൾ പാഞ്ഞു വന്ന് ഈ അസ്ത്രത്തെ 12 കഷ്ണങ്ങളാക്കി മുറിച്ചങ്ങിട്ടു. എല്ലാവരും ആരാ ആ അസ്ത്രം അയച്ചത് എന്നറിയാനായിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് സ്വർണ്ണ ആനച്ചങ്ങലയുള്ള കൊടി വെട്ടിത്തിളങ്ങി ഇങ്ങനെ പറക്കുന്ന ആ രഥത്തിൽ ശക്തമായിട്ടുള്ള വില്ലും കയ്യിൽ പിടിച്ച് നിൽക്കുന്ന അംഗരാജൻ കർണനെയായിരുന്നു. കർണനായിരുന്നു അസ്ത്രങ്ങൾ അയച്ച് ദൃഷ്ടദ്യുമ്നൻ അയച്ച ആ അസ്ത്രത്തെ 12 കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടത്. കർണൻ്റെ ആ ഒരു കൈവഴക്കം കണ്ട് ദൃഷ്ടദ്യുമ്നന് സഹിച്ചില്ല. അങ്ങനെ കർണൻ ദൃഷ്ടദ്യുമ്നന് നേരെ അസ്ത്രങ്ങൾ അയച്ചു. കർണൻ മാത്രമല്ല, ദ്രോണര്, ദുര്യോധനൻ, ശകുനി ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ദൃഷ്ടദ്യുമ്നന് നേരെ അസ്ത്രങ്ങൾ എയ്തു. ഇതിനിടയിൽ ദൃഷ്ടദ്യുമ്നൻ ദ്രൂമസേനൻ എന്ന് പറയുന്ന ഒരു യോദ്ധാവിൻ്റെ തല തെറിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഈ കാഴ്ച കണ്ട പാണ്ഡവ പക്ഷത്തിലെ യോദ്ധാക്കൾ എല്ലാവരും വിചാരിച്ചു അവരുടെ സർവ്വ സൈന്യാധിപൻ വധിക്കപ്പെട്ടുവെന്ന്. ഈ സമയം മറ്റൊരു ദിശയിൽ നിന്ന് കുറേ അസ്ത്രങ്ങൾ പാഞ്ഞു വന്ന് ഈ യോദ്ധാക്കളുടെ രഥങ്ങളിലേക്ക് തറച്ചു കയറി. ആരാണെന്നറിയാനായിട്ട് ഇവർ തിരിഞ്ഞു നോക്കിയപ്പോൾ ഗർജിച്ചുകൊണ്ട് വില്ലുയർത്തിപ്പിടിച്ച് അസ്ത്രങ്ങൾ എയ്തുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന സാത്യകിയെ കണ്ടേ. അല്ലേ, കറക്റ്റ് ടൈമിൽ വീണ്ടും സാത്യകി എത്തുകയാണ്. അങ്ങനെ സാത്യകി വരുന്നത് കണ്ടുടനെ കർണൻ, നിനക്കിട്ട് ഞാൻ നേരത്തെ ഓങ്ങി വെച്ചേക്കായിരുന്നു, വാ എന്നും പറഞ്ഞ് കർണൻ സാത്യകിക്കിട്ട് 10 അസ്ത്രങ്ങൾ നെയ്തു. സാത്യകി ഉടനെ തിരിച്ചു പറയുകയാണ്, ആ ഓടിക്കളയല്ലേ നില്ല് എന്നും പറഞ്ഞ് സാത്യകി തിരിച്ച് കർണനായിട്ട് അസ്ത്രങ്ങൾ ചെയ്തു. എന്നിട്ട് ഈ 2 എണ്ണം ഉണ്ടല്ലോ, ഈ ഒരു 2 എണ്ണം കൂടെ അവിടെ നിന്നുകൊണ്ടൊരു ഗംഭീര പോരാട്ടമൊക്കെ തുടങ്ങി. കർണൻ മൂർച്ച കൂടിയ അസ്ത്രങ്ങൾ, അതായത് പല തലകളുള്ള അസ്ത്രങ്ങൾ, നാരാജം, കർണി, ശുരപ്രം, പിന്നെ വത്സദന്തം, അങ്ങനെ പല പേരുകളുള്ള അസ്ത്രങ്ങൾ, പല തലകളുള്ള അസ്ത്രങ്ങൾ, ആ അസ്ത്രങ്ങൾ കൊണ്ട് തുരുതുര സാത്യകിക്ക് നേരെ അയച്ചു. അപ്പോൾ ഈ അസ്ത്രങ്ങൾ ഇങ്ങനെ പല തലയുള്ള അസ്ത്രങ്ങൾ കൂട്ടിമുട്ടി ഉണ്ടാകുന്ന ശബ്ദത്തോടു കൂടി സാത്യകിയുടെ അടുത്ത് വരുന്നതിനനുസരിച്ച് സാത്യകി ആ അസ്ത്രങ്ങളെ മുറിച്ചിട്ടു. അങ്ങനെ കർണനും സാത്യകിയും പോരാടിക്കൊണ്ടിരുന്ന ഈ സമയത്ത് മറ്റൊരു രഥം ഇങ്ങനെ സാത്യകിയെ ചുറ്റിനും വന്നിങ്ങനെ സാത്യകിയെ എല്ലാ ദിശയിൽ നിന്നും അസ്ത്രങ്ങൾ ചെയ്തു. ആരാണ്? വൃഷസേനൻ. അതായത് അച്ഛനും മോനും കൂടെ സാത്യകിക്കിട്ട് നല്ല പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് വൃഷസേനൻ ഇങ്ങനെ കറങ്ങി വന്ന് ചുറ്റിനും ഇങ്ങനെ സാത്യകിക്ക് നേരെ അസ്ത്രങ്ങൾ ചെയ്ത്. എന്നാൽ തെല്ലും പതറാതെ സാത്യകി ആ യോദ്ധാക്കൾ അയക്കുന്ന അസ്ത്രങ്ങളും വൃഷസേനൻ അയക്കുന്ന അസ്ത്രങ്ങളും കർണൻ അയക്കുന്ന അസ്ത്രങ്ങളും ഇങ്ങനെ എയ്ത് തകർത്ത് വിട്ടുകൊണ്ടിരുന്നു. അതായത് നേരിട്ട് കൊണ്ടിരുന്നു. എന്നിട്ട് വൃഷസേനൻ്റെ നെഞ്ചിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് കുറേ അസ്ത്രങ്ങൾ എയ്തങ്ങ് കയറ്റി. ആ അസ്ത്രങ്ങൾ എയ്ത ആഘാതത്തിൽ വൃഷസേനൻ്റെ ബോധം പോയി, കയ്യിൽ നിന്ന് വില്ല് വഴുതി നിലത്തേക്ക് വീണു. വൃഷസേനൻ ആ രഥത്തിൽ ബോധം കെട്ടങ്ങ് വീണു. വൃഷസേനൻ ഇങ്ങനെ ബോധം കെട്ട് വീണത് കണ്ടുടനെ കർണൻ വിചാരിച്ചു, ഓഹോ സാത്യകി തൻ്റെ മകനെ വധിച്ചുവെന്ന്. ദേഷ്യം വന്ന കർണൻ സാത്യകിക്ക് നേരെ അസ്ത്രങ്ങൾ അയക്കാനൊരുങ്ങി. സാത്യകി ആ അസ്ത്രങ്ങളെയും തടഞ്ഞു. കർണനിട്ടും അസ്ത്രം എയ്തു. അതുപോലെ തന്നെ ബോധം വന്ന് എണീറ്റ് വൃഷസേനനിട്ടും അസ്ത്രങ്ങൾ എയ്ത് വിട്ടുകൊണ്ടിരുന്നു. ഈ സമയത്ത് കർണൻ വിചാരിച്ചു തൻ്റെ മകനായിട്ടുള്ള വൃഷസേനനെ സാത്യകി വധിച്ചുവെന്ന്. ദേഷ്യവും വിഷമവും വന്ന കർണൻ സാത്യകിയെ ഒരു മയവുമില്ലാതെ അസ്ത്രങ്ങൾ എയ്യാനൊരുങ്ങി. അങ്ങനെ കർണൻ്റെ അസ്ത്രങ്ങൾ കൊണ്ട് സാത്യകി ഒരുപാട് പീഡകൾ അനുഭവിച്ചു. എന്നാൽ തെല്ലും സാത്യകി അവിടെ പതറിയില്ല. ഒന്നിനു പിന്നാലെ മറ്റസ്ത്രങ്ങൾ എയ്തുകൊണ്ട് സാത്യകി കർണനെ പ്രഹരിച്ചു കൊണ്ടിരുന്നു. ബോധം വന്ന് വൃഷസേനൻ എണീറ്റപ്പോൾ വൃഷസേനനിട്ടും അസ്ത്രങ്ങൾ ചെയ്യാനൊരുങ്ങി. അങ്ങനെ ഇവർ ഈ പോരാടിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് കർണനും വൃഷസേനനും ഉപയോഗിച്ചുകൊണ്ടിരുന്ന വില്ല് മാറ്റിയിട്ട് മറ്റ് ശക്തമായിട്ടുള്ളൊരു വില്ലെടുത്ത് ഞാണുമുറുക്കി അങ്ങോട്ടേക്ക് സാത്യകിയെ ആക്രമിക്കാനൊരുങ്ങി. ഇവരുടെ ഈ ഒരു പോരാട്ടം ഇങ്ങനെ മുറുകിക്കൊണ്ടിരുന്ന സമയത്ത് ഗാന്ധീവത്തിൻ്റെ ഞാണൊലി ചുറ്റിനും ഇങ്ങനെ കേൾക്കാനൊരുങ്ങി.
ഇത് കേട്ടപ്പോൾ തന്നെ കർണന് മനസ്സിലായി. കർണൻ പെട്ടെന്ന് ദുര്യോധനൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ദുര്യോധന, ഗാന്ധീവത്തിൻ്റെ ജ്ഞാനവലിയാണ് കേൾക്കുന്നത്. അർജുനൻ അവനെക്കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ടാസ്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ ശിബിക്കളെ മുഴുവനും വധിച്ചു കഴിഞ്ഞിരിക്കുകയാണ്, ശിബിക്കളെ മുഴുവനും പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് കർണൻ പറഞ്ഞു, മിത്രമേ ദുര്യോധന, ഞാൻ പറയുന്നത് കേട്ടാലും അർജുനൻ നമ്മുടെ പടയെ പല രീതിക്കും തകർത്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് കാണുന്നില്ലേ, ദോ അർജുനന് നേരെ പോകുന്ന പടകളെ എല്ലാം തകർത്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഓടിപ്പോകുന്നവർ കണ്ടോ, അവരെ എല്ലാവരെയും അർജുനൻ ഓടിച്ചു വിടുന്നതാണ്. അർജുനൻ നമ്മുടെ പടയിലുള്ള എല്ലാ സേനയും നാനാ ദിശയിലേക്ക് ഓടിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, അർജുനൻ ലക്ഷ്യമാക്കി പോകുന്നത് ദ്രോണാചാര്യരെ നേരിടാനായിട്ടാണ്. അങ്ങൊരു കാര്യം മനസ്സിലാക്കുക, ദ്രോണാചാര്യർ ദൃഷ്ടദ്യുമ്നനുമായിട്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. സാത്വികി ഇവിടെ നമ്മുടെ മുമ്പിൽ നിൽപ്പുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മൾ വട്ടം കൂടി നിന്ന് അഭിമന്യുവിനെ തട്ടിയില്ലേ, അതുപോലെ നമുക്ക് സാത്വികയും ദൃഷ്ടദ്യുമ്നനെയും വട്ടം കൂടി നിന്ന് തട്ടിക്കളയാം. ഇതുങ്ങളെ രണ്ടെണ്ണത്തിനെയും തട്ടിയാൽ പിന്നെ വിജയം നമ്മുടെ ഭാഗത്ത് തന്നെയാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യും, അങ്ങ് ശക്തരായിട്ടുള്ള കുറേ യോദ്ധാക്കൾക്ക് വേണ്ടത്ര സൈന്യവും കൊടുത്ത് അർജുനൻ്റെ അടുത്തോട്ട് വിട്. അർജുനനെ അവിടെ തടഞ്ഞു നിർത്ത്. അർജുനൻ അറിയാം സാത്വികി ഇവിടെ കുരുക്കളുമായിട്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അർജുനൻ്റെ അടുത്തേക്ക് ഒരുപാട് യോദ്ധാക്കളെ വിട്ട് അവിടെ തടഞ്ഞു നിർത്തിയ അർജുനൻ അറിയത്തില്ല നമ്മൾ ഇത്ര പേരും കൂടെ സാത്വികയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണെന്ന്. അതുകൊണ്ട് അങ്ങ് പെട്ടെന്ന് വേണ്ടത് ചെയ്താലും നമുക്ക് അഭിമന്യുവിനെ വട്ടം കൂടി വധിച്ചതുപോലെ ഇവിടെ സാത്വികയും ദൃഷ്ടദ്യുമ്നനെയും വധിക്കാം. അങ്ങനെ ചെയ്താൽ വിജയം നമുക്ക് ഉറപ്പുവരുത്താം എന്ന് കർണൻ പറഞ്ഞു. ഇത് കേട്ടുടനെ തന്നെ ദുര്യോധനൻ മറുത്തൊന്നും ചിന്തിക്കാതെ തൻ്റെ അമ്മാവനായിട്ടുള്ള ശകുനിയെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മാവ, 60,000 കുതിരകൾ, 1000 ഗജസൈന്യം, അങ്ങനെ ഒരു വലിയ സൈന്യത്തിനെ ശകുനിയുടെ മേൽനോട്ടത്തിൽ കൊടുത്തു. എന്നിട്ട് തൻ്റെ സഹോദരന്മാരിൽ ഒരു 6-7 പേരെ കൂടെ ശകുനിയുടെ കൂടെ വിട്ടു. എന്നിട്ട് പറഞ്ഞ്, നിങ്ങളെല്ലാവരും കൂടെ പോയിട്ട് അർജുനനുമായിട്ട് പോരാടുക. എന്നിട്ട് അമ്മാവ, അങ്ങ് അർജുനനെയും കൃഷ്ണനെയും യുധിഷ്ഠിരനെയും ഭീമനെയും നകുലനെയും സഹദേവനെയും അങ്ങ് വധിച്ചേരാം. ശകുനി വീണ്ടും, ഇപ്പോൾ ഇത് എന്തറിഞ്ഞിട്ടാണ് ഇത് എന്നോട് പറയുന്നതെന്നുള്ള മട്ടിൽ അവിടെ നിന്ന്. എന്നിട്ട് പറഞ്ഞു, പോയി ചെയ്യേണ്ട കാര്യം ചെയ്യുക, അവരെ തടഞ്ഞു നിർത്തുക, അവന്മാരെ തട്ടിയേക്കുക, ഒന്നും നോക്കണ്ട, പൂർണ്ണ വിശ്വാസം അങ്ങിലാണെന്ന് പറഞ്ഞു. ശകുനി ഈ സമയത്ത് ഈ വലിയൊരു സൈന്യവുമായിട്ട് അർജുനൻ്റെ അടുത്തോട്ട് പോയി അർജുനനെ തടയാൻ. എന്നിട്ട് ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് സാത്വികയെയും ദൃഷ്ടദ്യുമ്നനെയും ആക്രമിക്കാനൊരുങ്ങി. അങ്ങനെ അവരെല്ലാവരും കൂടെ വട്ടം കൂടി സാത്വികയെ ആക്രമിക്കാനൊരുങ്ങിയ ആ ഒരു സമയം സാത്വികയുടെ കൂടെ പാണ്ഡവപ്പടയിലുള്ള ആളുകളൊക്കെ കൂടെ വന്നങ്ങ് കൂടിയായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാ ആളുകളും കൂടെ കൗരവപക്ഷത്തിലുള്ള രഥികളും മഹായോദ്ധാക്കളും എല്ലാവരുടെ രഥങ്ങളും സാത്വികയെ ലക്ഷ്യമാക്കി പാഞ്ഞിങ്ങ് വന്നു. അവർക്കെല്ലാവർക്കും ഒരൊറ്റ ലക്ഷ്യം, സാത്വികയെ അടിച്ചു തകർക്കുക എന്നൊരൊറ്റ ഉദ്ദേശത്തോടു കൂടി അവരെല്ലാവരും വന്നു. അവരസ്ത്രങ്ങൾ വഹിച്ചു. ആ അസ്ത്രങ്ങളെ എല്ലാം സാത്വികി തകർത്ത് വിട്ടുകൊണ്ടിരുന്നു എന്ന് മാത്രമല്ല, ആ വന്ന യോദ്ധാക്കളെ എല്ലാം സാത്വികി വധിച്ചു വീഴ്ത്തുകയും ചെയ്തു. അങ്ങനെ സാത്വികി ചുറ്റും നടന്നിങ്ങനെ ആക്രമിച്ച സമയത്ത് കൗരവപ്പട ഒരു ഭയത്തോടു കൂടി സാത്വികയെ നോക്കുകയും ചെയ്തു. സാത്വികയുടെ അസ്ത്രങ്ങൾ കൊണ്ട് കൗരവപ്പട തകർന്നു പൊക്കൊണ്ടുവരുന്നു. ഈ സമയത്ത് ദുര്യോധനൻ തൻ്റെ സാരഥിയോട് പറഞ്ഞു, അവൻ നിന്ന് പോരാടുന്നിടത്തേക്ക് എന്നെ കൊണ്ടുപോ, ഇന്ന് എനിക്കവനെ നേരിടണം, ഇന്ന് എനിക്കവനെ ഉന്മൂലനം ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ സാരഥി ഉടനെ തന്നെ ദുര്യോധനനെ സാത്വികിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെ ദുര്യോധനൻ കടന്നു കയറി സാത്വികയെ ആക്രമിച്ചു. സാത്വികി ഈ സമയത്ത് ദുര്യോധനനെ അസ്ത്രങ്ങൾ കൊണ്ട് പിളർന്നു. ദുര്യോധനൻ്റെ ദേഹത്തേക്ക് തുളച്ചു കയറും പോലെയായിരുന്നു സാത്വികി അസ്ത്രങ്ങൾ അയച്ചത്. ദുര്യോധനനും അതെ, സാത്വികിക്ക് നേരെ തിരിച്ചും അസ്ത്രങ്ങൾ എയ്തു. അങ്ങനെ ഈ പോരാട്ടം മുറുകിക്കൊണ്ടിരുന്ന സമയത്ത് സാത്വികി ദുര്യോധനൻ്റെ നെഞ്ചിലേക്ക് അസ്ത്രങ്ങൾ എയ്ത് കയറ്റി. എന്നിട്ട് ദുര്യോധനൻ്റെ കുതിരകളെയും വധിച്ചു, സാരഥിയെയും വധിച്ചു. എന്നാൽ അപ്പോഴും ദുര്യോധനൻ പതറിയില്ല. അവിടെ നിന്നുകൊണ്ട് ദുര്യോധനൻ സാത്വികിക്ക് നേരെ അസ്ത്രങ്ങൾ അയച്ചു. എന്നാൽ സാത്വികി ആ അസ്ത്രങ്ങൾ നേരിട്ടു എന്ന് മാത്രമല്ല, ദുര്യോധനൻ അയച്ച 500 കണക്കിന് അസ്ത്രങ്ങളെ സാത്വികി തകർത്ത് വിടുകയും ഒരു വീതിയുള്ള തലയുള്ള അസ്ത്രമയച്ച് സാത്വികി ദുര്യോധനൻ്റെ വില്ലും അങ്ങ് മുറിച്ചു കളഞ്ഞു. അങ്ങനെ രഥവും ആയുധവും നഷ്ടപ്പെട്ട ദുര്യോധനൻ ഉടനെ തന്നെ തൻ്റെ രഥത്തിൽ നിന്ന് ചാടിയിറങ്ങി കൃതവർമാവിൻ്റെ രഥത്തിലേക്ക് കയറി. സാത്വികി അവിടെ നിന്നുകൊണ്ട് കൗരവപ്പടയെ ഓടിച്ചു വിട്ടുകൊണ്ടിരുന്നു. ഈ സമയം ശകുനി ഒരുപാട് ആനകളും കുതിരകളും കാലാൾപ്പടയാളികളും അതുപോലെ ചില ധൃതരാഷ്ട്രപുത്രന്മാരുടെയും സഹായത്തോടു കൂടി അർജുനനെ ആക്രമിക്കാനായിട്ട് പോയി. ഇവർ കൂട്ടത്തോടെ അർജുനനെ ആക്രമിച്ചു. ഈ സമയം ദൃഷ്ടദ്യുമ്നനും ദ്രോണാചാര്യരും തമ്മിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പോരാട്ടം പറയേണ്ട കാര്യമില്ലല്ലോ, രണ്ടുപേരും ഗംഭീരമായി അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടുന്നു. ദൃഷ്ടദ്യുമ്നൻ ദ്രോണാചാര്യരുടെ വില്ല് മുറിച്ച് കളഞ്ഞു. ദ്രോണാചാര്യർ ആ വില്ലെടുത്ത് ഒറ്റ എറിയായിരുന്നു. എന്നിട്ട് അടുത്ത വില്ലെടുത്തിട്ട് ദൃഷ്ടദ്യുമ്നനിട്ട് കുറേ അസ്ത്രങ്ങൾ ചെയ്തു. ദൃഷ്ടദ്യുമ്നൻ തിരിച്ച് ദ്രോണാചാര്യർക്കിട്ട് കുറേ അസ്ത്രങ്ങൾ ചെയ്തു. പക്ഷേ ഇവർ രണ്ടുപേരും കൂടെ ഈ പോരാടുന്ന സമയത്ത് ദൃഷ്ടദ്യുമ്നൻ അവിടെ ഉണ്ടായിരുന്ന കൗരവ പടയാളികളെയും കൂടെ നാനാ ദിശകളിലേക്ക് ഓടിച്ചു എന്നാണ് പറയുന്നത്. കൗരവ പടയെ ദൃഷ്ടദ്യുമ്നൻ നാനാ ദിശകളിൽ ഇങ്ങനെ ഓടിച്ച സമയത്ത് ദൃഷ്ടദ്യുമ്നൻ ഒരു വലിയ ശംഖ് കയ്യിലെടുത്തു. ശിഖണ്ഡിയും ഒരു വലിയ ശംഖ് കയ്യിലെടുത്തു.
ഇവരുടെ ഒപ്പം തന്നെ നകുല സഹദേവന്മാരും അതുപോലെ സാത്വികിയും ഭീമസേനനും അവരവരുടെ ശംഖുകൾ കയ്യിലെടുത്തതിനു ശേഷം യുദ്ധഭൂമിയെ വിറപ്പിക്കുന്നത് പോലെ ഇവരും കൂടെ അവിടെ നിന്നുകൊണ്ട് ശംഖുനാഥം മുഴക്കി. ഒരു സ്ഥലത്ത് പാഞ്ചജന്യത്തിൻ്റെയും ദേവദത്തത്തിൻ്റെയും മുഴക്കം, ഇവിടെ ഇവരുടെ ശംഖിൻ്റെ മുഴക്കം. ഈ ദൃഷ്ടദ്യുമ്നനും ടീംസും ഇവിടെ നിന്നുകൊണ്ട് ഈ ശംഖ് മുഴക്കിയത് കർണൻ, ദുര്യോധനൻ, ദ്രോണർ, അശ്വത്ഥാമാവ് എന്നിവരുടെ മുന്നിൽ വെച്ചായിരുന്നു. ഇത് ദുര്യോധനൻ്റെ നെഞ്ചിൽ ആഴ്ന്നിറങ്ങിയ ഒരു മുറിവ് പോലെയുമായി. അങ്ങനെ ദുര്യോധനൻ പാഞ്ഞു ദ്രോണരുടെയും കർണൻ്റെയും അടുത്തെത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരുടെയും ക്രോധത്തിൻ്റെ പുറത്തല്ലേ ഈ യുദ്ധം സൂര്യാസ്തമയത്തിന് ശേഷവും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്? എന്നിട്ട് നിങ്ങൾ എന്താ ഒന്നും ചെയ്യാതെ നിൽക്കുന്നത്? നിങ്ങൾക്കെന്ന് പറയുമ്പോൾ ഇവരെ എല്ലാവരെയും നശിപ്പിക്കാനുള്ള ശക്തിയുണ്ട്, എന്നിട്ട് നിങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് നിങ്ങളെ കൊണ്ടൊന്നും പറ്റത്തില്ലെന്നുള്ള രീതിക്കാണ്. നിങ്ങൾ നോക്കി നിൽക്കവെയാണ് പാണ്ഡവരെൻ്റെ സേനയെ തകർത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിങ്ങനെ നിൽക്കുമെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും പാണ്ഡവരുമായിട്ട് ഇങ്ങനെ കൊമ്പ് കൊടുക്കാൻ നിൽക്കത്തില്ലായിരുന്നു. എന്തെങ്കിലും ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി അത് എത്രയും പെട്ടെന്ന് ചെയ്തു തന്നാലും എന്ന് ദുര്യോധനൻ നിസ്സഹായമായിട്ട് കർണനോടും ദ്രോണരോടും പറഞ്ഞു. കർണൻ്റെയും ദ്രോണരുടെയും ചോര തിളച്ചു വന്നു. ആ സമയത്ത് രണ്ടുപേർക്കും നല്ല ദേഷ്യമായി. അങ്ങനെ രണ്ടുപേരും പാണ്ഡവപ്പടയെ ഒന്ന് നോക്കി. എന്നിട്ട് രണ്ട് രഥങ്ങളും പാഞ്ഞ് രണ്ട് ദിശയിലോട്ട് പോയി. കർണൻ്റെ രഥം നേരെ പോയത് സാത്വികി നിൽക്കുന്ന സ്ഥലത്താണ്. അവിടെ സാത്വികിയുടെ കൂടെ പാണ്ഡവരും പാണ്ഡവപ്പടയും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ പാഞ്ചാലന്മാരും ഉണ്ട്. അങ്ങോട്ടേക്ക് പോയി കർണൻ സാത്വികിയെ അസ്ത്രമെയ്തു. കർണൻ സാത്വികിയെ അസ്ത്രമെയ്യുന്നത് കണ്ടിട്ട് കൗരവപക്ഷത്തിലുള്ള വൃഷസേനനും ശല്യരും ഉൾപ്പെടുന്ന മഹാരഥന്മാർ സാത്വികിക്കിട്ട് അസ്ത്രമെയ്തു. ഈ സമയത്ത് ദ്രോണരങ്ങാട്ട് പാഞ്ചാലന്മാരെ മുടിക്കാൻ തുടങ്ങി. അവിടെ പാണ്ഡവപക്ഷത്തിലുള്ള ഒരുപാട് ക്ഷത്രിയർ ദ്രോണര് കാരണം വീണു തുടങ്ങി. എന്നിട്ട് പാണ്ഡവപ്പട ഭയന്ന് പല ദിശകളിലേക്ക് ഓടാനൊരുങ്ങി. ഇവർ ഓടി ഓടി ഭ്രാന്ത് പിടിച്ചിട്ട്, അതായത് ദ്രോണരെ പേടിച്ചിട്ട് ദ്രോണരുടെ അടുത്ത് നിന്ന് ഓടുന്നതിന് പകരം ബോധം പോയിട്ട് ദ്രോണരുടെ അടുത്തോട്ട് ഓടിപ്പോയി. അങ്ങനെ ദ്രോണരെന്ന് പറയുന്ന അഗ്നിയെ ഭയന്ന് അവർ പല ദിശകളിലേക്ക് ഇങ്ങനെ ഓടിപ്പൊക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദ്രോണരും കർണനും കൂടെ ചേർന്ന് പാണ്ഡവപ്പടയെ അങ്ങോട്ട് തകർത്തു വിടാനൊരുങ്ങി. അവരിരുവരുടെയും അസ്ത്രപ്രയോഗത്തിൻ്റെ പ്രഭാവത്തിൽ പാണ്ഡവപ്പട തകർന്നുപോയി. ഭീമസേനനും അർജുനനും കൃഷ്ണനും നകുല സഹദേവന്മാരും യുധിഷ്ഠിരനും ദൃഷ്ടദ്യുമ്നനും നോക്കി നിൽക്കവേ ദ്രോണരുടെയും കർണൻ്റെയും പ്രകടനത്തിൽ പാണ്ഡവപ്പട നാനാ ദിശകളിലേക്ക് ഭയന്നോടി. അങ്ങനെ ഈ പാണ്ഡവപ്പട ഇങ്ങനെ പിന്തിരിഞ്ഞോടുന്നത് കണ്ടിട്ടും ദ്രോണരുടെയും കർണൻ്റെയും ക്രോധം ശമിച്ചില്ല. അവരിരുവരും ഈ ഓടിപ്പോകുന്ന പാണ്ഡവപ്പടയുടെ പിന്നാലെ പോയി അവർക്കുമേൽ ശരവർഷം തൂക്കി. ഇത് കണ്ട് വ്യാകുലപ്പെട്ടിട്ട് കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, അർജുന, നീ ഇത് കാണുന്നില്ലേ? അവിടെ സാത്വികി പടത്തലക്കൽ നിന്നുകൊണ്ട് പാണ്ഡവപ്പട ദ്രോണനും കർണനുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ദ്രോണരും കർണനും ശക്തന്മാരാണ്, ധീരന്മാരുമാണ്, അതുപോലെ തന്നെ ആയുധം നല്ലതുപോലെ വഴങ്ങുന്നവരുമാണ്. അവരുടെ ധീരതയ്ക്ക് മുന്നിൽ, പോർവീര്യത്തിന് മുന്നിൽ പാണ്ഡവപ്പട തകർന്നു പൊക്കോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വ്യൂഹം കെട്ടി അവർ നിൽക്കുന്ന സ്ഥലത്തേക്ക് പോയി എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ എന്ന് കൃഷ്ണൻ പറഞ്ഞു. ഈ സമയം യുധിഷ്ഠിരൻ്റെ വലിയ സൈന്യം തിരിച്ചെത്തിയിട്ട് ദ്രോണരും കർണനും നിന്ന് പോരാടുന്ന സ്ഥലത്തേക്ക് പോവുകയും അവിടെ അതിഭയാനകമായിട്ടുള്ള ഒരു പോരാട്ടം അരങ്ങേറുകയും ചെയ്തു. ഈ പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കർണൻ്റെ ദൃഷ്ടിയിൽ ദൃഷ്ടദ്യുമ്നനെ കണ്ടു. ദൃഷ്ടദ്യുമ്നനെ കണ്ടുടനെ തന്നെ കർണൻ ദൃഷ്ടദ്യുമ്നനെ അസ്ത്രങ്ങൾ കൊണ്ട് പ്രഹരിച്ചു. അതുപോലെ തന്നെ ദൃഷ്ടദ്യുമ്നൻ കർണന് നേരെയും അസ്ത്രങ്ങൾ അയച്ചു. ഇവരുടെ ഈ പോരാട്ടത്തിനിടയിൽ ഉടനെ തന്നെ കർണൻ ദൃഷ്ടദ്യുമ്നൻ്റെ കുതിരകളെയും അതുപോലെ സാരഥിയെയും അസ്ത്രമെയ്തു. അടുത്ത നിമിഷം കർണൻ്റെ വില്ലിൽ നിന്ന് വന്ന ഒരു അസ്ത്രം ദൃഷ്ടദ്യുമ്നൻ്റെ കയ്യിലെ വില്ലിനെ 2 കഷ്ണമാക്കി മുറിച്ചിട്ടു. ദൃഷ്ടദ്യുമ്നൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന അടുത്ത നിമിഷം തന്നെ കർണൻ അതിമൂർച്ചയേറിയ ഒരസ്ത്രം കൊണ്ട് ദൃഷ്ടദ്യുമ്നൻ്റെ സാരഥിയെ അമ്പെയ്ത് വധിച്ച് നിലത്ത് വീഴ്ത്തി. കർണൻ ദൃഷ്ടദ്യുമ്നനെ നോക്കി ഇങ്ങനെ ഒരു നിൽപ്പ്. ദൃഷ്ടദ്യുമ്നൻ അടി പതറിയില്ല. ദൃഷ്ടദ്യുമ്നൻ ഉടനെ തന്നെ രഥത്തിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ട് കയ്യിൽ അതിഭയാനകമായിട്ടുള്ളൊരു വലിയ ഗദയെടുത്തു. ഓടിച്ചെന്ന് ചുഴറ്റി കർണൻ്റെ കുതിരകളെ വധിച്ചു. കർണനാകട്ടെ എന്തിനും തയ്യാറായി നിൽക്കുന്നൊരു ഭാവവും. ഉടനെ തന്നെ ദൃഷ്ടദ്യുമ്നൻ അവിടെ നിന്ന് ഓടി യുധിഷ്ഠിരൻ്റെ സൈന്യത്തിനുള്ളിലേക്ക് കയറി. എന്നിട്ട് സഹദേവൻ്റെ രഥത്തിലേക്ക് കയറി. എന്നാൽ കർണനാകട്ടെ അവിടെ നിന്നുകൊണ്ട് മുന്നിലുള്ള അത്ര പടയാളികളെയും നശിപ്പിച്ചു വിട്ടുകൊണ്ടിരുന്നു. ചുറ്റിനുമുള്ള പാണ്ഡവർക്ക് ഒരു ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ട്. അലമുറയിട്ട് അലറി വിളിച്ചുകൊണ്ട് ഓടുന്ന പാഞ്ചാല സൈന്യം. പാണ്ഡവപക്ഷത്ത് നിന്നുകൊണ്ട് പോരാടുന്ന പാഞ്ചാല സൈന്യത്തിന് എന്ത് പറ്റിയെന്നവർ നോക്കുമ്പോൾ ആ കൊടി പറക്കുന്നതാണ് അവർ കണ്ടത്. സ്വർണ്ണ ആനച്ചങ്ങല ധ്വജമടയാളമായിട്ടുള്ള ആ കൊടി. ആ രഥത്തിൽ നിന്നുകൊണ്ട് കർണൻ അവിടെ ഉണ്ടായിരുന്ന പാഞ്ചാല ദേശത്തിലെ ഓരോ ധീരന്മാരെയും ക്ഷത്രിയന്മാരെയും വധിച്ചു വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. കർണൻ പോകുന്ന ദിശകളിൽ യോദ്ധാക്കളുടെ കൈകൾ ആയുധം പിടിച്ചുകൊണ്ടിങ്ങനെ പറന്നു പോകുന്നുണ്ട്. പടച്ചട്ടകൾ തെറിച്ചു പോകുന്നുണ്ട്, കുടകൾ തെറിച്ചു പോകുന്നുണ്ട്. കർണൻ പോകുന്ന വഴിയിൽ ആനകൾ ഇങ്ങനെ ചരിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നു.
അതുപോലെ തന്നെ ആനപ്പുറത്തിരിക്കുന്ന യോദ്ധാക്കളെയും നിലത്തുകൂടെ ഓടുന്ന യോദ്ധാക്കളെയും കർണനെ ആക്രമിക്കാൻ വരുന്നവരെയും എല്ലാവരെയും കർണൻ മുറിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ യുദ്ധഭൂമി വരുത്തിച്ച് ഓടുന്ന ആളുകളെ കർണൻ പിറകെ പോയി ആക്രമിച്ച് വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. എന്തിനേറെ പറയണം, പാഞ്ചാല പക്ഷത്തിലുള്ള യോദ്ധാക്കൾ പരസ്പരം നോക്കുമ്പോൾ അവർക്കെല്ലാവർക്കും തങ്ങളുടെ അടുത്ത് കർണൻ നിൽക്കുന്നത് പോലെ തോന്നി. അങ്ങനെ കർണൻ മരണരൂപമെടുത്തുകൊണ്ട് പാണ്ഡവപ്പടയെ ഇങ്ങനെ തകർത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത് കണ്ട യുധിഷ്ഠിരൻ പെട്ടെന്ന് അർജുനൻ്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് അർജുനനോട് പറഞ്ഞു, അർജുന, നീ കാണുന്നില്ലേ, കർണൻ്റെ പോർവീര്യത്തിൽ ഇതാ പാണ്ഡവപ്പട ഭയന്ന് പല ദിശകളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോരാട്ടത്തിൽ കർണൻ്റെ വിജയം എനിക്ക് സുനിശ്ചിതമായി തോന്നുന്നുണ്ട്. ഈ ഇരുട്ടിൽ പോലും കർണൻ്റെ വില്ലിൽ നിന്ന് പായുന്ന അസ്ത്രങ്ങൾ എനിക്ക് കേൾക്കുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് സമയമായിരിക്കുന്നു. എന്താണോ ചെയ്യേണ്ടത് അതെത്രയും പെട്ടെന്ന് ചെയ്താലും കർണനെ വധിച്ചാലും എന്ന് പറഞ്ഞു. ഈ സമയം അർജുനൻ കൃഷ്ണനോട് പറഞ്ഞു, മാധവ, അങ്ങ് കാണുന്നില്ലേ, എൻ്റെ ജ്യേഷ്ഠനും രാജാവുമായ യുധിഷ്ഠിരൻ കർണൻ്റെ പോരാട്ട വീര്യം കണ്ട് ഭയന്നിരിക്കുകയാണ്. അതുമാത്രമല്ല, കർണൻ്റെ പോരാട്ടത്തിൽ പാണ്ഡവപ്പട തകർന്നു വീണുകൊണ്ടിരിക്കുകയാണ്. കർണൻ്റെ ശരവർഷം കൊണ്ട് പാണ്ഡവപ്പട മുടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ചീറുന്ന ഒരു സർപ്പത്തെപ്പോലെ യുദ്ധഭൂമിയിൽ അവൻ ചുറ്റി നടന്നുകൊണ്ട് എല്ലാവരെയും ആക്രമിക്കുകയും പ്രഹരിക്കുകയും അതുപോലെ തന്നെ നാനാ ദിശകളിലേക്ക് ഓടിക്കുന്നതും കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്നെ കർണൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയാലും ഞാൻ കർണനെ വധിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അവൻ എന്നെ. ഈ സമയം ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, പാർത്ഥ, നീ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ്. ഞാനതെൻ്റെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നരവ്യാഘ്രനായിട്ടുള്ള കർണൻ്റെ പോർവീര്യം അമാനുഷികമാണ്. അതുപോലെ തന്നെയാണ് കർണൻ നിന്ന് പോരാടുന്നത്. എന്നാൽ നീ ഇപ്പോൾ അവനെ നേരിടുവാനായിട്ടുള്ള സമയമായിട്ടില്ല. അവൻ്റെ കയ്യിൽ ഇപ്പോഴും ദേവേന്ദ്രൻ നൽകിയ വാസവിശക്തി എന്ന വേലുണ്ട്. ഈ സമയം ഈ ഒരു യുദ്ധഭൂമിയിൽ നിന്നെപ്പോലെ മറ്റാർക്കും കർണനെ എതിർക്കാൻ സാധിക്കത്തില്ല. എന്നാൽ ഒരുത്തനും കൂടെ സാധിക്കും, ദോ അവന്. ഈ സമയത്ത് സ്വന്തം അച്ഛൻ്റെ സ്വഭാവം അവിടെ നിന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ആര്? കടോൽക്കച്ചൻ. കൈ കിട്ടുന്നതെല്ലാം വാരി പറക്കിയിട്ടടിച്ചുകൊണ്ടിരിക്കുന്നു. ഉടനെ കൃഷ്ണൻ പറഞ്ഞു, കടോൽക്കച്ചനോട് കർണനുമായി നേരിടാൻ പറ. അവൻ്റെ കയ്യിൽ ദിവ്യായുധങ്ങളുണ്ട്. അതുപോലെ തന്നെ രാക്ഷസന്മാരുടെയും അസുരന്മാരുടെയും കയ്യിലുള്ള ആയുധങ്ങളുണ്ട്. അവൻ മായാപ്രയോഗത്തിൽ അഗ്രഗണ്യനാണ്. രാത്രിയിൽ അവൻ ശക്തനാണ്. അവൻ്റെ ഉള്ളിൽ അവൻ്റെ അമ്മാവൻ്റെയും അതുപോലെ തന്നെ അവൻ്റെ പിതാക്കന്മാരുടെയും ശക്തി ഒരുപോലെ തന്നെയുണ്ട്. അതുകൊണ്ട് അവനോടിത് പറയാൻ പറഞ്ഞു. അർജുനൻ മനസ്സുകൊണ്ട് കടോൽക്കച്ചനെ സ്മരിച്ചു. അടുത്ത നിമിഷം എന്ത് ചിറ്റപ്പ എന്നും പറഞ്ഞ് അടുത്ത് കടോൽക്കച്ചനെത്തി. കാരണം അർജുനൻ അഭിമാനത്തോടുകൂടി കടോൽക്കച്ചനെ നോക്കുകയാണ്. കടോൽക്കച്ചൻ അവിടെ എന്തിനും തയ്യാറായി ഞാൻ എന്ത് ചെയ്യണമെന്നുള്ള രീതിക്ക് വന്ന് നിൽക്കുകയാണ്. തൻ്റെ കയ്യിൽ വാളും ഗദയും വില്ലും അതുപോലെ തന്നെ ആവനാഴി നിറച്ച അമ്പുകളുമായി കടോൽക്കച്ചൻ വന്ന് നിൽക്കുന്നത് കണ്ടിട്ട് കൃഷ്ണൻ പറഞ്ഞു, മോനെ, കർണനുമായി നീ പോരാടാനായിട്ടുള്ള സമയം വന്നിരിക്കുകയാണ്. നീ കാണുന്നില്ലേ, കർണൻ്റെ പോരാട്ട വിധത്തിലും അസ്ത്രപ്രയോഗത്തിലും പാണ്ഡവപ്പട നാനാ ദിശകളിലേക്ക് ചിന്നിച്ചിതറി ഓടുകയാണ്. കൗരവർക്ക് മുന്നിൽ പാണ്ഡവപ്പടയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ നീ എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ. കാരണം ഈ യുദ്ധഭൂമിയിൽ ഇപ്പോൾ കർണനുമായി പോരാടാൻ നിന്നോളം യോഗ്യനായി ഞാൻ മറ്റാരെയും കാണുന്നില്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. നിൻ്റെ മായാപ്രയോഗം അതിശക്തമാണ്. നിൻ്റെ ആയുധങ്ങളെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. നിൻ്റെ അമ്മാവനായ ഹിഡുംബൻ്റെയും അതുപോലെ തന്നെ നിൻ്റെ അച്ഛൻ്റെയും ഇളയച്ചന്മാരുടെയും വല്യച്ഛൻ്റെയും ശക്തി അതുപോലെ തന്നെയുണ്ട്. പിന്നെ നിൻ്റെ ആയുധങ്ങളെക്കുറിച്ചും പറയേണ്ട കാര്യമില്ല. ഇത് രാത്രി സമയവും ഈ സമയത്ത് രാക്ഷസനായ നിനക്ക് പല മടങ്ങാണ് ശക്തി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോയി നിൻ്റെ പടയെ രക്ഷിച്ചാലും. എന്നിട്ട് അർജുനൻ ഘടോൽക്കച്ചനോട് പറഞ്ഞു, ഘടോൽക്കച്ച മോനെ, പാണ്ഡവപ്പടയിൽ നീയും നിൻ്റെ അച്ഛൻ ഭീമസേനനും സാത്വികിയുമാണ് ഏറ്റവും ശക്തരായിട്ടുള്ള യോദ്ധാക്കൾ. സമയം വന്നിരിക്കുകയാണ് അംഗരാജൻ കർണനുമായി നീ ദ്വന്ദ്വയുദ്ധം ചെയ്യുവാനായിട്ട്. എത്രയും പെട്ടെന്ന് കർണൻ്റെ മുന്നിലേക്ക് പോയാലും സാത്വികി നിൻ്റെ പിൻഭാഗം സംരക്ഷിക്കുന്നതായിരിക്കും. സാത്വികിയുടെ സഹായത്തോടുകൂടി നിനക്ക് കർണനെ നിലംപരിശാക്കി വധിക്കുവാൻ സാധിക്കും. എത്രയും പെട്ടെന്ന് കർണനുമായി ദ്വന്ദ്വയുദ്ധം നടത്തി പാണ്ഡവപ്പടയെ രക്ഷിച്ചാലും എന്ന് പറഞ്ഞു. ഈ സമയം ഘടോൽക്കച്ചൻ ഒരു മറുപടി പറഞ്ഞു, ഞാൻ കടോൽക്കച്ചൻ കർണന് ഒരു ചേർന്ന എതിരാളി തന്നെയാണ്. ഈ കടോൽക്കച്ചൻ ദ്രോണർക്ക് ഒരു ചേർന്ന എതിരാളി തന്നെയാണ്. ഇവിടെ അണിനിരന്ന് നിൽക്കുന്ന ക്ഷാത്രവീര്യം തുളുമ്പുന്ന ഈ എല്ലാ യോദ്ധാക്കൾക്കും ഈ കടോൽക്കച്ചൻ ഒരു ചേർന്ന യോദ്ധാവ് തന്നെയാണ്. ഇന്ന് ഞാൻ കർണൻ്റെ മുന്നിൽ പോകും. എന്നിട്ട് ഈ യുദ്ധഭൂമിയിൽ ഒരു ഗംഭീര പ്രകടനം കാണിക്കും. എന്നിട്ട് കടോൽക്കച്ചൻ ഭാവി പ്രവചിക്കുന്നത് പോലെ ഒരു കാര്യം പറഞ്ഞു, ഇന്ന് ഈ യുദ്ധഭൂമിയിൽ ഞാൻ കാട്ടിക്കൂട്ടാൻ പോകുന്ന എൻ്റെ പോരാട്ട വീര്യം ഈ ഭൂമണ്ഡലം ചുറ്റിക്കൊണ്ട് നിൽക്കുന്ന അത്ര കാലഘട്ടവും ഓരോ ജനങ്ങളും പാടി പുകഴ്ത്തിക്കൊണ്ടിരിക്കും, പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ രീതിയിലുള്ളൊരു പോരാട്ടം ഞാൻ ഇന്നിവിടെ കാഴ്ചവെക്കുന്നതായിരിക്കും. ഞാൻ ഒരു ധീരന്മാരെയും രക്ഷിക്കാൻ പോകുന്നില്ല.
ഞാൻ ഭയന്നോടുന്നവരെയും സംരക്ഷിക്കാൻ പോകുന്നില്ല. ഞാൻ ആരുടെ മുന്നിലും കൈകൂപ്പി നമസ്കരിക്കുവാനും പോകുന്നില്ല. ഇന്ന് ഞാൻ ക്ഷത്രിയ ധർമ്മമല്ല ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഇന്ന് ഞാൻ രാക്ഷസന്മാരുടെ ധർമ്മമാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഒന്നിനെയും ഞാൻ വെറുതെ വിടത്തില്ല, എല്ലാത്തിനെയും ഞാൻ മുച്ചൂട് മുടിച്ചിരിക്കുമെന്നും പറഞ്ഞ് കടോൽഗജൻ ഒരു കൊടുങ്കാറ്റിനെ പോലെ കൗരവ പടയിലോട്ട് ഇടിച്ചു കയറി കർണൻ്റെ അടുത്തോട്ടങ്ങ് പോയി. കടോൽഗജൻ വരുന്ന വരവ് കണ്ട് കർണൻ എന്തിനും തയ്യാറായി, കഴുത്തിലെ ഞെട്ടയൊക്കെ പൊട്ടിച്ച് തയ്യാറായി നിന്നു. ഇവർ രണ്ടുപേരും തമ്മിലൊരു പോരാട്ടം അങ്ങ് തുടങ്ങി. ഈ പോരാട്ടം കണ്ടതോടുകൂടി ദുര്യോധനൻ്റെ നെഞ്ചെടുപ്പും തുടങ്ങി. മിത്രം മിത്രം എന്നും പറഞ്ഞു ഉടനെ പുള്ളിക്കാരൻ ദുശാസനൻ്റെ അടുത്ത് സംസാരിച്ചു തുടങ്ങി. ഇതുവരെ ഈ എപ്പിസോഡ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും അത് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നത് വരെ